നമ്മളൊരു പടം എഴുതുമ്പോഴേ എല്ലാം നമുക്ക് കിട്ടില്ല, A to Z കിട്ടില്ല. ഇതിൻ്റെ ഇടയിലുള്ള ഫീലിങ്സ് പോലത്തെ സീനുകൾ ഉണ്ടാവും. അത് ഭയങ്കര പാടാണ് എന്നെ സംബന്ധിച്ച്. അവരുടെ സ്കില്ല് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈവൻ നസ്ലിനായാലും സന്ദീപ് ആയാലും അവിടെ നിൽക്കുന്നത്. അല്ലാതെ അവർ കോമ്പീറ്റ് ചെയ്ത് വന്നതല്ല അവിടെ ആ സ്പേസിൽ. പിന്നെ ഇൻഡസ്ട്രി പീപ്പിൾ ആരും അങ്ങനെ നോക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ കോമ്പീറ്റ് ചെയ്യണ്ടെന്ന് നോക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ പുലിയില്ല, പുലി പോഷൻ അത് ரொம்ப ഞാനപ്പോൾ അയ്യോ ഇതെന്ത് ചെയ്യും. അപ്പം തന്നെ സംഗീതം സംഗീതം അപ്പോൾ അതിന് കുറച്ച് കാശാവും. VFX ബഡ്ജറ്റൊക്കെ വരുമ്പോൾ കാശാവും എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, അത് എന്താ പുലിമുരുകൻ ടീമില്ലേ നെസ്ലിന് അവിടെ നിന്നേ വന്നു. മേളിൽ ഞങ്ങളിരിക്കുമ്പോൾ ഇവൻ വന്നിട്ട് എന്തായാലും നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ ഓഡീഷൻസ് ആകുമ്പോൾ. അപ്പോൾ ഇവൻ വന്നിട്ട് ആദ്യം വെള്ളമൊക്കെ ചോദിച്ചു. വെള്ളം ചോദിക്കുമ്പോൾ നമ്മളിപ്പോൾ വരുമ്പോൾ തന്നെ ഇവനെ ഇങ്ങനെ മാച്ച് ചെയ്തുകൊണ്ടിരിക്കും ആൾക്കാരെ. നമ്മളുടെ പരിപാടി അതാ, ഇവരുടെ ഗസ്റ്റേഴ്സ് കിട്ടാനും ഇവർക്ക് എന്താണ് സ്കില്ലുള്ളതെന്ന് കിട്ടാൻ വേണ്ടും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇവൻ വന്നിട്ട് വെള്ളം ചോദിച്ചിട്ട് വെള്ളം എടുത്ത് കുടിക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് ഇവൻ്റെ. അതായത് അതിൽ തന്നെ ഒരു ഭയങ്കര നമുക്കൊരു ലൈക്കബിൾ ആയിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. ടെൻഷനോടുകൂടി ഒരാൾ വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവത്തിൽ നമുക്ക് ലൈക്കബിളാണ് അത്. പുള്ളിക്കാരത്തി നേരെ സ്ട്രൈറ്റ് ആയിട്ട് ചോദിച്ചു എന്നെ ഇഷ്ടമുള്ളേ. അപ്പൊ തന്നെ ഒരു കോൺഫിഡൻസും ഇല്ല നമുക്ക്. അപ്പൊ അവിടെ നിന്ന് ഉരുകി. അപ്പൊ എനിക്ക് ആക്രാന്തം പോയി. എന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും വിളിച്ചു. അപ്പൊ ഇവൾക്ക് ശല്യമായി. ഇവള് ചോദിച്ചു എന്താ ഉദ്ദേശം എന്താന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ പറ അപ്പൊ എന്നെ ഇഷ്ടമല്ലല്ലേ. അന്ന് അത്രയും ഇതുള്ളൂ നമുക്ക്. നേരെ ചോദിക്കുന്നത് എന്നെ ഇഷ്ടമല്ല. അപ്പൊ അവള് പറഞ്ഞു അല്ല എനിക്ക് പ്രേമോട് ഞാൻ വല്ലപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചു. ആക്ച്വലി തണ്ണീർമത്തനിലുള്ള അതേ സീക്വൻസ് ലൈഫിൽ നടന്നിട്ടുണ്ട്. ഹായ്, ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ആക്ടർ, റൈറ്റർ, സൂൺ ടു ബി എ ഡയറക്ടർ ഡിനോയ് പൗലോസ്. വെൽക്കം. നമ്മളൊരു 2 വർഷത്തിനൊക്കെ ശേഷമാണ്, ഏകദേശം 2 വർഷം ആവുന്നു സംസാരിക്കുന്നത് അല്ലേ? ശുദ്ധ മെജോന്റെ റിലീസിന്റെ സമയത്താണ് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇപ്പൊ ഒരു അടിപൊളി അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്, ഒരു എക്സൈറ്റിംഗ് അനൗൺസ്മെന്റ്. മമിതയും സംഗീതവും ഒന്നിക്കുന്ന ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ പടം വരുന്നു. ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്യാണ്, ഡെബ്യൂ ആണ്. അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പണ്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആക്ടർ ആവാൻ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ റൈറ്റർ ആയത്, അല്ലെങ്കിൽ റൈറ്റിങ്ങിലേക്ക് എത്തി, എങ്ങനെയെങ്കിലും അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം. പക്ഷെ അതും കിടന്ന് ഇപ്പോൾ ഡയറക്ഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാ ഡയറക്ടർ ആവാം എന്നുള്ള തീരുമാനം വരുന്നത്? ബേസിക്കലി എനിക്ക് ആക്ടിങ് ആണ് താല്പര്യമെങ്കിലും ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്നത് ഡയറക്ഷൻ സൈഡിലാണ്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഒരു പടം വർക്ക് ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് 2012. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ തന്നെ ചാൻസ് അന്വേഷിച്ച് നടക്കുമ്പോൾ ആക്ടിങ് കിട്ടാത്തതുകൊണ്ട് എല്ലാവരും ചെയ്യുന്ന പോലെ അടുത്ത് എവിടെ കിട്ടും എന്നുള്ള രീതിയിൽ കയറിയതാണ് ഡയറക്ഷൻ സൈഡിൽ. അപ്പോൾ ഡയറക്ഷൻ അതിൽ നിന്നാണ് നമുക്ക് റൈറ്റിങ്ങിനുള്ള ആദ്യ പാഠങ്ങൾ നമ്മൾ പഠിച്ചു എന്ന് പറയാം. പക്ഷേ സെയിം ടൈം ഞാൻ അതൊന്നും ഫോക്കസ് ചെയ്യാതെ, അതാണ് എൻ്റെ പരിപാടിയിൽ നിന്നൊന്നും ഫോക്കസ് ചെയ്യാതെ നടന്നിരുന്നതുകൊണ്ടാണ് ആക്ടിങ് തന്നെ നോക്കി ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പോകുന്നത്. ആക്ടിങ് തന്നെയാണ് നമ്മുടെ മെയിൻ ഫോക്കസ്. പക്ഷേ ഒരു ഘട്ടത്തിൽ നമുക്കിതും പറ്റും എന്നുള്ളത് റിയലൈസ് ചെയ്യാനുള്ളൊരു മൂമെൻ്റ് ഉണ്ടായി. ലൈക്ക് ഷോർട്ട് ഫിലിംസ് എഴുതാൻ തുടങ്ങി. അപ്പോൾ ഓക്കെ നമുക്കിതും വരും, ഇതും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇത് വന്നായിരുന്നു. ഡയറക്ഷൻ സൈഡിലും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പം ചെയ്യുന്ന പടങ്ങളിലേക്ക് ഡയറക്ഷൻ സൈഡിൽ ഞാൻ നിൽക്കാറുണ്ട്. ലൈക്ക് എക്സാക്ട് അസിസ്റ്റന്റ് ഡയറക്ടർ അസോസിയേറ്റ് ആയിട്ടല്ല, ഞാൻ അവരുടെ കൂടെ തന്നെ നമ്മളെല്ലാവരും ഒറ്റ ഇതായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ പടങ്ങൾ ചെയ്യുന്നത് എനിക്ക് താല്പര്യമുള്ളത് കാരണം എല്ലാ രീതിയിലും വർക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ അത്ര നല്ലതെന്നുള്ളതാണ്. അതാണ് മെയിൻ. റൈറ്റർ ആവാമെന്ന് തീരുമാനത്തിൽ ഇപ്പോൾ ഡയറക്ടർ വരെ എത്തി. അപ്പോൾ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിൽ വരുന്നു, സംഗീതും മമിതയും വരുന്നു എന്നൊക്കെ ഉള്ളത് വലിയ എക്സൈറ്റ്മെൻറ്റാണ്. പ്രത്യേകിച്ചും പ്രേമലുവിൻ്റെ ശേഷം വരുന്നതും അത്തരം ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് എന്നുള്ളതും ഒക്കെ. അപ്പോൾ നമുക്കൊക്കെ അറിയാൻ താല്പര്യമുള്ളത് എങ്ങനെയുള്ളൊരു സിനിമയാണ്, അതുപോലെ ഇവരുടെ കോംബോ എങ്ങനെയാണ് അതിൽ വർക്ക് ചെയ്യുന്നത്? ഒന്ന് കുറച്ച് എക്സ്ക്ലൂസീവാണ്, അതുകൊണ്ട് എന്താ പറയുക, റോംകോമാണ്, പ്യുവർ റോംകോമാണ്. ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു റോംകോം ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇവർ രണ്ടുപേരുടെ മറ്റേ ഒരു കോംബോ ഉണ്ടല്ലോ പുറത്ത് ഓഫ് സ്ക്രീൻ, അത് ഇതിനകത്ത് വർക്കാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ തന്നെ ഒരു ഹൈ പൊട്ടൻഷ്യലി എടുക്കണമെന്നാണ് എൻ്റെ ഒരു ട്രൈയിങ് ആണ്. പക്ഷേ ഇത് എത്രത്തോളം വരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും പ്യുവർ റോംകോമാണ്. ത്രൂ ഔട്ട് നിങ്ങൾക്ക് ചിരിക്കാനും സന്തോഷിക്കാനും പ്രേമിക്കാനും ഒക്കെ ഉള്ള പരിപാടികൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അമൽ ഡേയ്സും റീനും ഇവിടെ എങ്ങനെയാ അവരുടെ കണക്ഷൻ? ഏത് പടത്തിലാ? പടത്തില് ഒരു പേരാണ്. എനിക്ക് കുറച്ചുകൂടി പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പേരാണ്. ലൈക്ക് അവർ രണ്ടുപേരും കൊളീഗ്സ്, അങ്ങനത്തെ ആൾക്കാരാണ്. അവരുടെ ഇടയിലുണ്ടാവുന്ന പ്രണയം, അവരുടെ ഇടയിലുണ്ടാവുന്ന കോമഡി കാര്യങ്ങളൊക്കെ തന്നെയാണ് പടം പറയുന്നത്.
അതൊരു എക്സൈറ്റിംഗ് ട്രാക്ക് ആണല്ലോ. കാരണം അമൽദേവ്സിനും റീനുവിനെയും തന്നെയാണ് ആൾക്കാരുടെ മനസ്സിൽ എപ്പോഴും അവരെ കോംബോ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും. അപ്പൊ ഇവരുടെ റൊമാൻസ് എന്ന് പറയുന്നത് രസമായിരിക്കും. അതെ, അല്ല അമൽ ഡേവിസ് ശ്രീനുമായിട്ട് കാണണ്ട. ഇല്ല അല്ല, ഇപ്പൊ പടം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് കഥാപാത്രങ്ങൾ അറിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഓക്കെ ഇവരുടെ ഒരു നെക്സ്റ്റിൽ ഇവര് കപ്പിളായി വരുന്നു. അത് എന്തായാലും എക്സൈറ്റിംഗ് തന്നെയായിരിക്കും. ലൈക്ക് സംഗീതും മമിതയും വരുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ ഒരു കോംബോയും അവരുടെ ഓഫ് സ്ക്രീൻ ഇമേജും എല്ലാം വെച്ചിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അമൽ ഡേവിസ് റീനു എന്നും പറഞ്ഞ് നോക്കുമ്പോ അത് ചിലപ്പോ ഇവര് പേരാവോ എന്നൊക്കെ ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. പക്ഷെ അത് ഡസൻ മാറ്റർ. സിനിമ ആകുമ്പോ അങ്ങോട്ടും കൂടെ ഒക്കെ എല്ലാവരും ഇനി ഇതിലൂടെ ഓർക്കട്ടെ. അതെ 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 അതെ. ഇപ്പൊ ഇതിന്റെ ആലോചന എപ്പോഴാണ് തുടങ്ങുന്നത്? അതുപോലെ ഈ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസ് വരെ എത്തി നിന്നത് ഈ ഒരു ഇത് ഞാൻ ബേസിക്കലി എന്തെങ്കിലും സംവിധാനമൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കുറേ കഥകൾ എല്ലാവരും ആലോചിക്കുന്ന പോലെ കഥകൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കുറേ ത്രെഡുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രൈക്കിംഗ് പോയിന്റ് കിട്ടുന്ന 1-2 ത്രെഡുകൾ ഇപ്പോഴും ഉണ്ട് എൻ്റെ അടുത്ത് പുതിയതായാലും. അതിനകത്ത് ഉണ്ടായ ഒന്നാണിത്. ഇങ്ങനത്തെ 2 പേരുടെ കഥ പറയണം എന്നുള്ള ഒരിതുണ്ടായിരുന്നു. അപ്പോൾ സഡൻലി ഇതിൻ്റെ ഇടയിൽ ഇമേജോ കഴിഞ്ഞിട്ട് ഞാൻ ഒരു 2 കഥയോളം ഫുൾ സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് അത് പിച്ച് ചെയ്യാൻ വേണ്ടി നിന്നായിരുന്നു. അതൊന്നും പ്രൊജക്റ്റ് ആയില്ല. പ്രൊജക്റ്റ് ആവുകയും ഓൺ ആൻഡ് ഓഫ് അങ്ങനെ പോവുമായിരുന്നു. സഡൻലി എനിക്ക് വന്നത് ഒരു 1.5 കൊല്ലം മുമ്പാണ് ഈ കഥ എനിക്ക് വരികയും ഇതുമ്പോൾ വർക്കൗട്ട് ചെയ്ത് നോക്കുകയും ഒരു 3-4 മാസം കൊടുത്താണ് ഇതൊരു പ്രോപ്പർ ഇപ്പോഴത്തെ സ്റ്റേജിലേക്ക് എത്തുകയും ചെയ്തത്. പിന്നെ ഞാൻ ആൾക്കാരോട് പറയും തോറും അവർക്ക് ഇതാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്നത്. ഈ കഥ കോമഡിയും റോംകോം അങ്ങനത്തെ പരിപാടി പോകുന്നത്. മറ്റേതിലൊക്കെ കുറച്ച് കോൺഫ്ലിക്റ്റ്, വേറെ കൈൻഡ് ഓഫ് കോൺഫ്ലിക്റ്റും ജോണർ ഷിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാ രീതിയിലും ആൾക്കാരെ സംതൃപ്തിപ്പെടുത്താൻ കുറച്ച് പാടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് വന്നപ്പോൾ എനിക്ക് ഓക്കെ ഇത് വർക്കാവുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ പയ്യെ ഇതുമേ വർക്ക് ചെയ്യുന്നുണ്ട്. പാരലൽ ഞങ്ങൾ പ്രൊഡക്ഷൻ പിച്ചിങ് തുടങ്ങി. മിക്കവർക്കും ലൈക്കബിൾ ആയിട്ടുള്ളൊരു കഥയാണ്. പക്ഷെ കറക്റ്റായിട്ട് സംഗീതമായിരുന്നു. അപ്പോൾ ഞാൻ എഴുതുമ്പോൾ തന്നെ എനിക്ക് സംഗീതമായിരുന്നു ഇതിനകത്ത് ഫസ്റ്റ് വന്നിരുന്നു. വേറെ ആരും ഉണ്ടായിരുന്നില്ല. ലീഡ് വരുമ്പോഴും അതായത് എന്നോടൊക്കെ അടുത്ത് നിൽക്കുന്ന എന്നോട് റിസംബിൾ ചെയ്യുന്ന ഒരാൾ സംഗീതമാണ്. ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ്. അതെ. അപ്പോൾ സംഗീത് ആ സമയത്ത് ബ്രൊമാൻസ് ആക്ട് ചെയ്യുന്നുണ്ട്. സംഗീത് ബ്രൊമാൻസ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എടോ തനിക്ക് ആഷിക്ക അടിപൊളിയായിരിക്കും, താനൊരു ഗ്യാപ്പ് ഇട്ടും പറയാൻ നോക്കുമെന്ന് പറഞ്ഞ്. എന്നിട്ട് സംഗീതം തന്നെ അവിടെയൊക്കെ വിളിച്ച് പറയുകയും ഞാൻ പോയി കഥ പറയും. ഇക്കൊക്കെ ഇഷ്ടാവുകയും ചെയ്താണ്. അതെ. അടുത്ത പടം വരികയാണെങ്കിലും ഒരു പ്രൊഡക്ഷൻ ഇത്രയും സ്ട്രോങ് ആയ പ്രൊഡക്ഷൻ നിൽക്കുന്നതിൻ്റെ ഒരു ധൈര്യം കൂടുതലായിട്ട് തന്നെ ഉണ്ടാവും അല്ലേ? എല്ലാവർക്കും ഉണ്ട്. കാരണം പുള്ളി വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഒരാളാണ് ആഷിഖിക്ക. പിന്നെ ഭയങ്കര കമ്പനിയാണ് എന്നായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹെൽപ്പ് ഉണ്ട്. നമ്മുടെ പടം പുള്ളിക്ക് വർക്കായതാണ്. പിന്നെ ഇവർ അതിനകത്തുള്ള എല്ലാ ക്രൂവും ആഷിഖ് ഉസ്മാൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ തിരിച്ചു വരുമ്പോൾ നമ്മുടെ പടം ഇവർ ചെയ്യും, നമ്മളെ കമ്പനിക്കാരായി അങ്ങനത്തെ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു എൻ്റെ കൂടെ തന്നെ ഇവരും ഉണ്ടാവും എന്നുള്ളത് 100% എനിക്ക് ഉറപ്പാണ്. അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവും പടത്തിന്. പിന്നെ സംഗീതമായാലും നമ്മളുടെ ഇതുപോലെ തന്നെ എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. ഈ പറയുന്ന പേരുകളുടെ ഭാരങ്ങളില്ലാത്ത രീതിയിൽ നമ്മളോട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഗിരീഷൊക്കെ അങ്ങനെയായിരുന്നു. ഗിരീഷിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഗിരീഷിൻ്റെ പൊട്ടൻഷ്യൽ വെച്ചിട്ടല്ല നമ്മൾ നിൽക്കുന്നത്. നമ്മൾ കമ്പനി പുറത്തും നമ്മൾ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടൊക്കെ തന്നെയാണ്. അതെനിക്ക് അതായിരിക്കും എനിക്ക് തോന്നുന്നത് എൻ്റെ വേ ഓഫ് മേക്കിംഗ് പരിപാടികൾ വരാൻ ചാൻസസ് കൂടുതൽ നല്ലത്. മമിത എൻ്റർ ആവുന്നത് കാരണം മമിത അത്രയും തിരക്കിലാണ്, അന്യഭാഷയിലൊക്കെ ചെയ്യാണ് എന്നൊക്കെയാണ് ന്യൂസ് ഉള്ളത്. അപ്പം മമിതേൻ്റെ ഒരു ഡേറ്റ് കറക്റ്റ് എങ്ങനെ വീട് കിട്ടി? അല്ല, മമിതയ്ക്കും ഇത് ആഷിഖിയുടെ അടുത്ത് ചെല്ലണതിന് മുമ്പ് ഞാൻ മമിതയുടെ അടുത്ത് ഒന്ന് ആദ്യത്തെ സമയത്ത് തന്നെ ഒന്ന് പിച്ച് ചെയ്തത്. അപ്പോൾ മമിതയ്ക്ക് ഇഷ്ടമായതാണ് ഫസ്റ്റത്തെ ഒരു ഡ്രാഫ്റ്റ് പോലത്തെ ഒരു സംഭവം. പിന്നെ ആഷിഖിക്ക വരികയും ഞങ്ങൾ എന്താ പറയുക പ്രൊഡക്ഷൻ വൈസും ഇങ്ങനത്തെ ഒരു കാസ്റ്റും വൈസാണ് നമ്മൾ രണ്ടാമത് മമിതടുത്തേക്ക് ചെല്ലുന്നത്. മമിതക്ക് ഓൾറെഡി ഇഷ്ടമായ പടമാണ്. പിന്നെ ഒരു പ്രൊഡക്ഷൻ വരുമ്പോൾ അതിൻ്റെ ഒരു ബലവും കൂടി ഉണ്ടാവുമല്ലോ. അങ്ങനെ അത് വർക്കാവുകയും ചെയ്തതാണ്. സംഗീതമായിട്ടുള്ള സൗഹൃദം വളരെ നേരത്തെ കാണുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് സംഗീതം അറിയുന്ന പോലും ഡിനോയുടെ കൂടെയാണ്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഇപ്പോൾ ഉള്ള സംഗീതത്തിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ഹൃദയപൂർവ്വത്തിൽ ലാലേട്ടനോട് ചേർന്ന് നിൽക്കുന്ന സംഗീതനെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ഹരിഹരസുധനാകുമ്പോഴും അമൽ ഡേവിസ് ആകുമ്പോഴും സ്റ്റേറ്റ് അവാർഡ് മേടിക്കുന്ന എഡിറ്റർ ആകുമ്പോഴും പല റോളിൽ സംഗീത് അത്ര എക്സൽ ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ്. പുള്ളിയുടെ ഗ്രോത്ത് എങ്ങനെയാണ് കാണുന്നത്? ഒന്ന് അതൊരു ഗ്രോത്തായിട്ട് ഫീൽ ചെയ്യാറില്ല. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ഞാൻ ഒട്ടുമിക്കപ്പോഴും അവൻ്റെ വീട്ടിലൊക്കെ തന്നെ. അതിൽ അവന് എല്ലാ ദിവസവും ഞങ്ങൾ കാണും. ഇപ്പോഴും അവന് ഇത്രയും തിരക്കുള്ളപ്പോഴും
ഒട്ടുമിക്കപ്പോഴും അവൻ എറണാകുളത്ത് പോകുമ്പോൾ എന്നെ വിളിക്കും വീടിൻ്റെ അവിടെ എത്തുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ എറണാകുളത്തോട്ട് പോകും, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ അവൻ എന്നെ വിളിക്കും. ഇപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് പോകണമെങ്കിൽ ചിലപ്പോൾ അവനുണ്ടാവും എറണാകുളത്ത്. അപ്പോൾ ഞാൻ വിളിച്ചു ചോദിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഡേയ്സ് അങ്ങനെയാണ് ഞങ്ങളുടെ പോകുന്നത്. അപ്പോൾ ഒരു ഗ്രോത്ത് എന്നുള്ളത് ഫീലില്ല, ലൈഫ് ചേഞ്ച് ആവുന്നുണ്ട്, അത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ തണ്ണീർമത്തനിൽ വെച്ചിട്ടാണ് ഞാനിവനെ പരിചയപ്പെടുന്നത്. തണ്ണീർമത്തൻ്റെ പ്രീ പ്രൊഡക്ഷൻ ടൈമിലാണ് ഇവനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഇവന് ഭയങ്കര പെക്യുലാരിറ്റി ഉണ്ടായിരുന്നു. ആക്ച്വലി ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഞങ്ങളുടെ കൂടെ വന്ന ഒട്ടുമിക്കവർക്കും ആ ഒരു പെക്യുലാരിറ്റി അന്നേ നമ്മൾക്ക് വിസിബിളായിരുന്നു ഞങ്ങളുടെ കണ്ണിൽ. സംഗീത് പിന്നെ എൻ്റെ നാട്ടുകാരനാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി ചേർന്ന് പോകാൻ സാധ്യത കൂടുതലാണല്ലോ. നമ്മുടെ നാട്ടുകാരെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കോമഡികളൊക്കെ ഏകദേശം ഒരേപോലെ ഇരിക്കും. ഞങ്ങളുടെ പോകുന്ന സ്ഥലങ്ങളൊക്കെ ചായക്കടയൊക്കെ ഓരോ സ്ഥലത്തൊക്കെ ആയിരിക്കും. ഞങ്ങൾക്ക് എല്ലാം മീറ്റിംഗ് പ്ലേസ് ഒക്കെ സെയിമായ വൈബ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ സംഗീതിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ സമയത്തെ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. അവൻ തന്നിരുന്ന സമയത്തൊക്കെ മിമിക്രി ചെയ്യിപ്പിക്കുമായിരുന്നു ഇവർ. ലൈക്ക് ബ്രേക്ക് ടൈമിലൊക്കെ ഇവരെ കൊണ്ട് മിമിക്രി ചെയ്യിപ്പിക്കും. മിമിക്രിയൊക്കെ ചെയ്യും നന്നായിട്ട്. അതെ, ഇനി വരുമ്പോൾ ചെയ്യിപ്പിച്ചു. ആ സമയത്ത് ഭയങ്കര രസമാണ്. ആക്ച്വലി ഭയങ്കര ക്യൂട്ട് ആൻഡ് ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ അപ്പോഴേ അത്യാവശ്യം പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. പിന്നെ ഇവൻ്റെ വീട്ടിൽ, എൻ്റെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് ഞാൻ ഇവൻ്റെ വീട്ടിലാണ് പോകുന്നത്. തണ്ണീർമത്തൻ്റെ എഡിറ്റൊക്കെ ഉണ്ടെങ്കിലും സമയത്തും. പിന്നെ എറണാകുളത്തേക്ക് സ്റ്റുഡിയോസിലൊക്കെ വരുമ്പോൾ ഇവൻ്റെ കൂടെ പോന്നിരുന്നത്. അങ്ങനെ ഓൾറെഡി പിന്നെ പത്രോസിൽ വരുമ്പോഴും ആ റോള് ആക്ച്വലി അവൻ ചെയ്തേക്കണ റോളുണ്ടല്ലോ, ഒരു ഹിന്ദി, അത് കുറച്ച് പാടാണ്. ആൾക്കാരുടെ വിചാരം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ബേസിക്കലി അത് ചെയ്യാൻ എനിക്ക് ചെയ്യാൻ കുറച്ച് പാടാണത്. ഞാനാണ് ആ റോള് ചൂസ് ചെയ്യണമെങ്കിൽ. അത് അവൻ്റെ കുറച്ച് സ്കില്ലും കൂടി ഉണ്ടാകുമ്പോൾ. പൊട്ടൻഷ്യലുള്ളൊരു വ്യക്തി തന്നെയായിരുന്നു. പിന്നെ കറക്റ്റായിട്ട് പ്രേമലൂൽ അവൻ ലാൻഡ് ആവുകയും അവൻ ഫേമസ് ആവുകയും ചെയ്യുമ്പോൾ നമുക്കറിയാം ഏകദേശം കറക്റ്റ് സ്പോട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തേക്ക് എത്തുമെന്നുള്ളത് അറിയായിരുന്നു. അങ്ങനെയാണ്. അപ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്നത് ഞാൻ നോക്കുമ്പോൾ ലൈഫ് ചേഞ്ച് ആവുന്ന കാണുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നത് കാണുന്നുണ്ട്. നല്ല പടങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ ഭയങ്കര എനിക്കിഷ്ടമാണ്. മോഹൻലാലിലൂടെയൊക്കെ ഇവൻ അഭിനയിക്കുന്നതാണ് ഭയങ്കര രസമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതെ അതെ, നമ്മളിപ്പോൾ ഞങ്ങളൊക്കെ തന്നെ അഭിനയിച്ചാണ് നിങ്ങൾ കണ്ടേക്കണത്. അതിൻ്റെ അത് അതെ അതെ. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും അടുത്തുള്ള ഒരാളാകുമ്പോൾ ഭയങ്കര രസമാണ് അത്. മെജോ കഴിഞ്ഞിട്ട് അപ്പോൾ ആക്ച്വലി തണ്ണീർമത്തൻ ഭയങ്കര ഹിറ്റും അതിനുശേഷം ഞാൻ ചെയ്ത 2 പടം കുറച്ച് പ്രശ്നത്തിലായിരുന്നു, സക്സസ് ആയില്ല. അപ്പോൾ ഞാൻ സംഗീതിൻ്റെ കൂടെയാണ് പോയിരിക്കുന്നത്. നമ്മളെ വിഷമങ്ങൾ അറിയുന്നത് സംഗീതമാണ്. സംഗീത എഡിറ്റർ ആയിരുന്നല്ലോ. സംഗീതിനും നമുക്കൊരു പടം ഇങ്ങനെ പോകുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ആ സമയത്ത് ഞങ്ങൾ പോയിട്ടിരുന്ന് സംസാരിക്കുന്നതൊക്കെ ഇവൻ്റെ വീട്ടിൽ നൈറ്റ് വരെയൊക്കെ സംസാരിക്കും. നമ്മൾ ആ സമയത്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഇവനെയാണ്, ഇവൻ എന്നെ ഡിപ്പെൻഡ് ചെയ്യുമായിരുന്നു. വിഷമങ്ങൾ നമ്മൾ വേറൊരാളത് ഷെയർ ചെയ്യില്ല. അപ്പോൾ ഞങ്ങൾ ബേസിക്കലി സിനിമ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു മെയിൻ ആൾക്കാർ ഞങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ഒരു പടം ചെയ്യാം, അടുത്ത എന്തായാലും ചെയ്യണം, ഡെസ്പറേറ്റാണ്, എങ്ങനെയും വീണ്ടും തിരിച്ചു വരണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു പടം ഞാൻ എഴുതി സംഗീത ഡയറക്ഷൻ ചെയ്യാം അങ്ങനത്തെ ഒരു പ്ലാനിലേക്ക് എത്തി. എന്നിട്ട് ഞങ്ങൾ അപ്പോൾ സംഗീതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞാലും കൺവിൻസ്ഡ് ആവും. സംഗീതം എന്ത് പൊട്ട സാധനം പറഞ്ഞാലും ഇവൻ കൺവിൻസ്ഡ് ആവും. ഞാനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു പടം, അതായത് നമ്മളൊരു പടം എഴുതുമ്പോഴേ എല്ലാം നമുക്ക് കിട്ടില്ല, A to Z കിട്ടില്ല. ഇതിൻ്റെ ഇടയിലുള്ള ഫീലിങ്സ് പോലത്തെ സീനുകൾ ഉണ്ടാവും. അത് ഭയങ്കര പാടാണ് എന്നെ സംബന്ധിച്ച്. ഞാൻ എങ്ങനെയെങ്കിലും ഒരു സാധനം ഒപ്പിച്ച് വെച്ച് കൊടുക്കാറൊക്കെയുണ്ട് അവന്, എന്നിട്ട് പിന്നെ കറക്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പം ഞാനിവൻ്റെ അടുത്ത് ഞാൻ എഴുതിയത് ഒരു ഫീമെയിൽ സെൻട്രിക് മൂവി ആയിരുന്നു. അപ്പോൾ ഇവൻ ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് കൊമേഴ്ഷ്യൽ എന്തൊക്കെ കയറ്റാവും ഈ ലോകത്തുള്ള സകലതും കയറ്റി വെച്ച് എങ്ങനെ ഓടിക്കണമെന്ന് ചോദിച്ചിട്ട്. എന്നിട്ട് അതിനകത്ത് ഞാനിങ്ങനെ പറഞ്ഞു, ഈ ഒരു പെണ്ണ, ഈ പെണ്ണൊരു ഇങ്ങനെ ഒരു ട്രാവൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി സ്റ്റോപ്പാവും. ആ സ്റ്റോപ്പായി കഴിയുമ്പോൾ എല്ലാവരും ഞെട്ടിക്കുക. അപ്പോൾ എന്താണെന്ന് നോക്കുമ്പോൾ ഒരു പുലി അതിൽ പാസ് ചെയ്യുന്ന ഒരു കാട്ടിക്കൂടിയാണ്. അപ്പോൾ ആരും പുറത്തിറങ്ങില്ല. പക്ഷെ ഇവള് ധൈര്യപൂർവ്വം പുറത്തിറങ്ങി പുലിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കാന്നിട്ട് ഞാനിങ്ങനൊരു സീൻ പറഞ്ഞ്. അപ്പം ഇവൻ അത് വർക്കാവും എന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കും. അപ്പം ഞാനെന്ത് ചെയ്യാം, പിറ്റേ ദിവസം പോയിട്ട് മ്യൂസിക്കൊക്കെ ഇട്ട് ബിൽഡ് ചെയ്ത് ഇവൻ കൺവിൻസ്ഡായി. ഞങ്ങൾ ഇന്നും കൂടി അത് പറഞ്ഞിരിച്ചുള്ളൂ. അതായത് ഈ പെണ്ണ് ലൈഫിൽ ആദ്യമായിട്ട് ഒരു പുലിനെ കാണുന്നു എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. എന്നിട്ട് ഞാൻ പിന്നെ വീട്ടിൽ പോയി ശരിയാളത് പ്രശ്നമുള്ളതെന്ന് ആലോചിച്ചിട്ട് പിന്നെ ഞങ്ങൾ പ്രൊജക്റ്റായിട്ട് നടക്കുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ശരിയാക്കില്ല. പ്രൊജക്റ്റ് ആയി കഴിയുമ്പോൾ ഇതൊക്കെ മാറ്റാമെന്നുള്ള രീതിയിലാണ് പോണത്. എന്നിട്ട് കുറേ കഴിഞ്ഞ് ഞങ്ങൾ ബാംഗ്ലൂർ ഒരു പ്രൊഡക്ഷൻ്റെ അടുത്ത് പിച്ച് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയിട്ട് താജാണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല, ഹോട്ടൽ. അവിടെ പോയിട്ട് പുള്ളിനെ വെയിറ്റ് ചെയ്യാം. ഒരു തമിഴ് ആണ് പുള്ളി. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ നീ ആ പുലിയുടെ കേസ് ഇവൻ കൺവിൻസ്ഡ് ആയിട്ടിരിക്കുക, പുലിയുടെ കേസ് പറയണ്ടട്ടാ.
അത് കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ ഇവൻ പറഞ്ഞാണോ, അപ്പോൾ പിന്നെ അന്ന് പറയണ്ടെന്ന് വെച്ചിട്ട് കഥ പറഞ്ഞു തുടങ്ങി. ഇവനാണ് ഇടയ്ക്ക് പറയണത്, ഇടയ്ക്ക് ഞാൻ പറയാം. അങ്ങനെയായിരുന്നു കഥ പറഞ്ഞ് ആ ഫ്ലോയിൽ ഇവൻ ആ പുലിയുടെ കേസ് പറഞ്ഞ്. ഞാനപ്പോൾ ഇതിനി പടം എടുക്കാൻ ചാൻസ് ഇല്ല എന്നുള്ള രീതിയിലിരിക്കുക. പടമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ തമിഴ് പുലിയില്ല, പുലി പോർഷൻ അത് ரொம்ப നല്ലതായിരിക്കും. ഞാനപ്പോൾ ഇതെന്ത് ചെയ്യും. അപ്പം തന്നെ സംഗീതം സംഗീതം അപ്പോൾ അതിന് കുറച്ച് കാശാവും, VFX ബഡ്ജറ്റൊക്കെ വരുമ്പോൾ കാശാവും എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞാൽ കുഴപ്പമില്ല, അത് പുലിമുരുകൻ ടീമില്ലേ നല്ല നല്ല പണിയെടുക്കുക പുലിയെ, അത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ പോയപ്പോൾ. പിന്നീട് ഞങ്ങൾ പറഞ്ഞിട്ട് ഈ അടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് അത് നടന്നില്ല പ്രൊജക്റ്റ്. അന്ന് നടന്നിരുന്ന പണിയിട്ട് പുലിയൊക്കെ വന്ന് പണിയായനെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത് ഞങ്ങൾ ഈ പടമൊക്കെ ഓണായി കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളൊരു അന്നുണ്ടാവുന്ന ഡെസ്പിറേഷൻ മാറി ഒരു പടം ഓണാകുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു റിലീഫ് ഉണ്ടല്ലോ, ആ ടൈമിലായി ഞാനും ഇവനും അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ പറഞ്ഞോണ്ടിരിക്കുക താഴന്നൊരു പുലിനെ വെച്ചില്ലേ, അത് എൻ്റെ പൊന്ന് എന്തുട്ടായിരുന്നു ചേട്ടാ. അങ്ങനെ ഞാൻ പറഞ്ഞു അന്നൊരു അബദ്ധം പറ്റിയാണ്. ഈ കൈൻഡ് ഓഫ് ഒരു കമ്പനി ഞാൻ കഥ പറഞ്ഞ ആൾക്കാർ അത്യാവശ്യം പെടും എന്നുള്ള രീതിയിലാണ് എൻ്റെ ഒരു പരിപാടി. അതെ അതെ അതെ. ഈ ടീമുണ്ടല്ലോ, അപ്പോൾ സംഗീതം അല്ലാതെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നസ്ലൻ, മാത്യു, അനശ്വര, തണ്ണീർമത്തനിലെ ഫുൾ ടീം വരുന്നു. മെജോയിലേക്കൊക്കെ വരുമ്പോൾ സിജു വരുന്നു, അതേപോലെ പത്രോസിൽ വരുമ്പോൾ നമ്മുടെ ശ്യാം വരുന്നു. അങ്ങനെ കുറേ പേരുണ്ട്. ഇവരുടെ ഒരു ഗ്യാങ് മുഴുവൻ ഇപ്പം അത്രയും എക്സൽ ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പടങ്ങൾ ചെയ്യുന്ന സ്റ്റാർസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ. ഇവരുടെ ഗ്രോത്ത് ഈ പറഞ്ഞ പോലെ തന്നെ കണ്ടുള്ള ഒരാളാണ്, തുടക്കം മുതൽ കണ്ടിട്ടുള്ളതാണ്. ഇപ്പം എങ്ങനെയാണ് കാണുന്നത് ഇപ്പം അവരുടെ സിനിമകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ അവർക്കൊരു ഫാൻ ബേസ് ഉണ്ടാകുമ്പോൾ? ഇതിനൊരു പ്രോപ്പർ ആൻസർ നമുക്ക് ഇങ്ങനെ ഒരു ഡിഫൈൻ ചെയ്ത് പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാവരും നമ്മുടെ ആൾക്കാരായിട്ട് തന്നെ ഫീൽ ചെയ്യും. നമുക്ക് എവിടെ പോയാലും നമ്മുടെ ആൾക്കാരാണെന്ന് ഇവർ പറയുകയും നമുക്ക് കാണുമ്പോഴും ഭയങ്കര ഇപ്പോൾ ഒരു സ്റ്റാർഡം ഇല്ലാതെ ഇവർ നമ്മളുടെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ നെസ്ലിനൊക്കെ ഞാൻ ഒട്ടുമിക്കപ്പോഴും കാണാറുണ്ട്. ഭയങ്കര ഞങ്ങളുടെ കമ്പനിയൊക്കെ വേറൊരു വൈബാണ്. ഞങ്ങൾ പോയി തമാശ പറയുകയും കളിയാക്കുകയും ചെയ്യുന്ന ഒരു വൈബ് തന്നെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഇവരെയൊക്കെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു പെക്യൂലിയാരിറ്റി ഫസ്റ്റ് ടൈം ഇവരെ ഫീൽ ചെയ്യാറ്. ഞങ്ങൾ അങ്ങനെയാണ് ആൾക്കാരെ ചൂസ് ചെയ്തിരുന്നത്. ഓഡീഷനൊക്കെ വരുമ്പോഴും ഇവർക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ഇപ്പം നമ്മളോ വേറൊരാളോ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അവിടെ നിന്ന് അവർ ഗ്രോ ചെയ്തോളും, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇപ്പം ഞങ്ങളിപ്പോൾ അവർക്കൊരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ഇവർ വന്നേനെ. കാരണം അതിനുള്ള സ്കില്ല് ഇവർക്ക് ഉണ്ടെന്നുള്ളത് നമ്മളന്നേ കാണുന്നുണ്ട്. കറക്റ്റായിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നു എന്നുള്ളതാണ് ഇവരുടെ ഒരിത്. അതാണ് ഞാൻ വിചാരിക്കുന്നത്. ഷാക്കിർ ഒരു മെമ്മറി ഷെയർ ചെയ്തിരുന്നു, നസ്ലൻ വന്ന സമയത്ത് നസ്ലൻ ശരിയാവോ ഏട്ടാന്നൊക്കെ ചോദിച്ചു വന്നു എന്നുള്ളതും. പിന്നെ അന്നേ നിങ്ങൾക്ക് ഇവനാണിത് ചെയ്യേണ്ടതെന്ന് കൃത്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതെ 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 അതെ. അത് താഴെ 2 കൈൻഡ് ഓഫ് ഓഡീഷനായിരുന്നു. താഴെ സ്കൂളിലായിരുന്നു. അപ്പോൾ താഴത്തെ നിലയിൽ ചാക്യാരും വേറെ ആരും ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പാസ്സായി വന്നാലേ മേളിൽ ഞാനും ഗിരീഷഗിരീനെ കൊടുത്തിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ പോയി നെസ്ലിന് അവിടെ നിന്ന് വന്നു. മേളിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഇവൻ വന്നിട്ട് എന്തായാലും നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ ഓഡീഷൻസ് ആകുമ്പോൾ. അപ്പോൾ ഇവൻ വന്നിട്ട് ആദ്യം വെള്ളമൊക്കെ ചോദിച്ചു. അപ്പോൾ വെള്ളം ചോദിക്കുമ്പോൾ നമ്മളിപ്പോൾ വരുമ്പോൾ തന്നെ ഇവനെ ഇങ്ങനെ മാച്ച് ചെയ്തുകൊണ്ടിരിക്കുക ആൾക്കാരെ. നമ്മളുടെ പരിപാടി അതാ, ഇവരുടെ ഗസ്റ്റേഴ്സ് കിട്ടാനും ഇവർക്ക് എന്താണ് സ്കില്ലുള്ളതെന്ന് കിട്ടാൻ വേണ്ടിയും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇവൻ വന്നിട്ട് വെള്ളം ചോദിച്ചിട്ട് വെള്ളം എടുത്ത് കുടിക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് ഇവൻ്റെ. അതായത് അതിൽ തന്നെ ഒരു ഭയങ്കര നമുക്കൊരു ലൈക്കബിൾ ആയിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. ടെൻഷനോടുകൂടി ഒരാൾ വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവത്തിൽ നമുക്ക് ലൈക്കബിളാണ്. അത് വെള്ളം കുടിക്കുമ്പോൾ വിറച്ച് കഷ്ടപ്പെട്ട് കുടിച്ച് അത് കഴിഞ്ഞിട്ട് പുള്ളി സീൻ പെർഫോം ചെയ്തു. അപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. അതായത് അത്ര നേരം കണ്ട നെസ്ലിനല്ല വിറച്ച് അങ്ങനത്തെ ഒരു നെസ്ലിനായിരുന്നില്ല. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ആ സീൻ പെർഫോം ചെയ്യുന്ന എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ആ മാത്യുവിന് റിജക്ഷൻ കിട്ടുന്ന സീൻ ഉണ്ടല്ലോ, അതായിരുന്നു അന്ന് ചെയ്തത്. ഫോൺ വിളിച്ചിട്ട് ഭയങ്കര രസമായിട്ട് തന്നെ ചെയ്തു. അപ്പം തന്നെ നമുക്ക് ഏകദേശം കിട്ടി. പിന്നെ നമ്മുടെ കൂടെ ഇവർ നടക്കും തോറും പ്രീ പ്രൊഡക്ഷൻ സമയത്ത് നമ്മൾ ഇവരെല്ലാവരും നിർത്തി ട്രെയിനിങ് കൊടുത്തിരുന്നു, ആക്ടിങ് ട്രെയിനിങ് എല്ലാ സീനുകളും. അപ്പോൾ ഇവരുടെ എല്ലാം നമുക്ക് കിട്ടും. കൂടുതൽ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ഇവനെ കൊണ്ട് ആക്ഷൻസ് കാണിക്കാൻ തുടങ്ങി. എനിക്കൊക്കെ കോമഡി റിലീഫ് ഇവനായിരുന്നു. നമ്മൾ തണ്ണിമത്തം കടിക്കണതും പപ്സ് കടിക്കണതൊക്കെ കാണിപ്പിക്കും. അതെ. അപ്പോൾ ഇവൻ ചെയ്യുമ്പോൾ അതിനൊരു ഭയങ്കര രസമുണ്ട്. അതാണ് നെസ്ലിൻ്റെ പ്രത്യേകത. എനിക്ക് പനമ്പള്ളി നഗറിൽ ഞാൻ ശ്യാമേട്ടനും സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഓട്ടോക്കാരൻ വന്നു. ഒരു ഓട്ടോക്കാരൻ നമ്മൾ സിനിമയെ കാണുന്ന പോലെ ഇടിച്ച് നിർത്തി, അയാൾ ഇങ്ങനെ നിർത്തി കണ്ണേ ആദി എന്ന് വിളിച്ച് പുള്ളി
ഓട്ടോ എടുത്തതും ഒരു കനാലിന്റെ സൈഡിലേക്ക് പകുതി ചെരിഞ്ഞപ്പോൾ ഞങ്ങൾ അയ്യോ അത്ര എക്സൈറ്റ്മെന്റ്, പുള്ളിക്ക് ഓട്ടോ ഒന്നും പുള്ളി മറന്നുപോയി അതിനൊക്കെ ഉണ്ട്. അപ്പം ഒരു ക്യാരക്ടർ എത്രമാത്രം സാധാരണക്കാരിലേക്ക് എത്തുന്നു എന്നുള്ളത് ഞാൻ ലൈവായിട്ട് കണ്ടത് അപ്പോഴാണ്. ഇത്രയും അത് ഗിരീഷിന്റെ പ്രത്യേകതയാണ്. അത് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എഴുതുകയും കറക്റ്റായിട്ട് ആളെ ചൂസ് ചെയ്യുകയും ചെയ്യുന്നത് അതിന്റെ പ്രത്യേകത തന്നെയാണ്. ഞാൻ അത്ഭുതത്തോടെ നോക്കി ഒരു സീനായിരുന്നു. അയ്യോ ഇയാളിപ്പം ഓട്ടോ പറഞ്ഞു ആദ്യം കണ്ടിട്ട് എന്നുള്ളത്. നസ്ലിന്റെ കേസ് പറയുമ്പോൾ ഇപ്പൊ പ്രത്യേകിച്ചും കഴിഞ്ഞ മാസം കൂടുതൽ ചർച്ച ഫേസ്ബുക്കിൽ എവിടെ നോക്കിയാലും മൂവി ഗ്രൂപ്പിലൊക്കെ ഈ നസ്ലൻ വേഴ്സസ് സന്ദീപായിരുന്നു. സന്ദീപിൻ്റെ എൻട്രി, നസ്ലൻ ഇത് ചെയ്യാൻ പറ്റുമോ, സന്ദീപിന് അത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ സന്ദീപ് ഫാൻസിൻ്റെ എണ്ണം കൂടുന്നു, ഇങ്ങനെ പല രീതിയിൽ ആ ചർച്ച പോകുന്നുണ്ട്. നസ്ലനെയൊക്കെ കൊണ്ടുവന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ ആ ചർച്ചയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? കാരണം അവരുടെ സ്കില്ല് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈവൻ നസ്ലിനായാലും സന്ദീപ് ആയാലും അവിടെ നിൽക്കുന്നത്. അല്ലാതെ അവർ കോമ്പീറ്റ് ചെയ്ത് വന്നതല്ല അവിടെ ആ സ്പേസിൽ. പിന്നെ ഇൻഡസ്ട്രി പീപ്പിൾ ആരും അങ്ങനെ നോക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ കോമ്പീറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വേറെ കൈൻഡ് ഓഫ് ഇവരുടെ ഫാൻ ഫോളോയിങ് ടീമാണ് ഇവരെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവരെന്തായാലും സ്കിൽഡാണ്. ഇവർ കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടെ സ്പേസ് ഉണ്ട്, അവരവിടെ നിൽക്കുകയും ചെയ്യും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും സ്കില്ലില്ലാതെ ഇവിടെ എത്താനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല. അപ്പോൾ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഞാനതിനെപ്പറ്റി ഒട്ടും ബോധേടല്ല. നമ്മൾ വർക്ക് ചെയ്ത ആ സ്പേസിൽ എന്തായാലും നിൽക്കും എന്നുള്ളതാണ്. നമ്മൾ പണിയെടുക്കുക എന്തായാലും നമ്മൾ പണിയെടുക്കുക, നമുക്ക് അവിടെ ചെല്ലാൻ പറ്റില്ല. പിന്നെ നസ്ലിനൊക്കെ എന്തൊക്കെ വന്നാലും ഇപ്പം നമ്മൾ ഫസ്റ്റ് പടത്തിൽ വരാൻ പറ്റും. അടുത്ത ഈ പൊസിഷനിലേക്ക് ഇപ്പോൾ ഒരു 6 കൊല്ലമായി. ഇപ്പോഴും നസ്ലിൻ ഇൻഡസ്ട്രിയിൽ സ്റ്റാറായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവൻ പണിയെടുത്തിട്ട് തന്നെയാണത്. അവൻ സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യും, നല്ല സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുകയും നല്ല രീതിയിൽ ക്യാരക്ടറിനെ അവതരിപ്പിക്കുകയും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ആരായാലും ഔട്ടായി പോകില്ല. അപ്പം അത് അവരുടെ കഴിവ് തന്നെയാണ് അവരവിടെ നിൽക്കുന്നത്. അത്രയും ഗംഭീര ലൈനപ്പുള്ള ഒരു ആക്ടർ കൂടിയാണ്. അതെ 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 അതെ. അതുപോലെ തന്നെയാണ് ഈ നസ്ലൻ മാത്യു എന്നുള്ള രീതിയിലൊരു കമ്പാരിസൺ ഒരു കാലത്ത് വന്നു. ഇപ്പം അതൊന്ന് ഒതുങ്ങി. മാത്യുവിനോട് സംസാരിച്ചപ്പോൾ ഈ നസ്ലനുള്ള പടങ്ങളിൽ, നസ്ലൻ ഹീറോ ആവുന്ന പടങ്ങളിൽ ഭാഗമാകുന്ന തീർച്ചയായിട്ടും അവരെ സൗഹൃദം അതിലുണ്ടെന്ന് തന്നെ മാത്യു പറഞ്ഞിട്ടുമുണ്ട്. അതുപോലെ ഈ പുതിയ ആളുകൾ, ഇപ്പം ജെൻസി എന്നൊക്കെ പറയാവുന്നൊരു കൂട്ടം സ്റ്റാർസിനെ ആൾക്കാർ കമ്പയർ ചെയ്യുന്നത് പഴയ ലാലേട്ടനും പഴയ പൃഥ്വിരാജും ഒക്കെ ആയിട്ടാണ്. അവർ 20-ൽ ചെയ്തത് അവർ 25-ൽ ചെയ്ത ഒരു മാസ്കുലിൻ റോൾസ് ചെയ്യാൻ ഇവർക്ക് പറ്റുമോ എന്നൊക്കെ പറഞ്ഞ ചർച്ചകളായിരുന്നത്. ഇവർ റൈറ്ററും കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ പിള്ളേരെ അത്ര തണ്ണീർമത്തനൊരു എക്സാമ്പിളാണ് നിങ്ങൾ എങ്ങനെ പുതിയ പിള്ളേരെ കാണുന്നു എന്നുള്ളത്. കാരണം നിങ്ങളെക്കാൾ ഏജ് കുറവുള്ളവരുടെ കഥ അത്ര രസത്തിൽ എഴുതിയ ഒരാളെന്നുള്ള രീതിയിൽ ഈ ചർച്ചകൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജെനറ്റിക്സ് ഭയങ്കര ഘടകമാണ്. ലാലേട്ടനും രാജുവേട്ടനും ഒക്കെ ആ സമയത്ത് 19 വയസ്സിൽ നന്ദനം ചെയ്യുമ്പോൾ രാജുവേട്ടനെ ഇരുന്ന് വെച്ചാൽ നോക്ക്. എനിക്കിപ്പോൾ 30+ ഉണ്ട്. എന്നെ കണ്ട ആ സമയത്ത് രാജുവേട്ടനെ പോലെ തോന്നൂല. പുള്ളി 19 വയസ്സിലിരുന്നത്. ലാലേട്ടനായാലും ചെയ്തിരുന്ന ക്യാരക്ടേഴ്സും അവർക്ക് വന്നിരുന്ന ക്യാരക്ടേഴ്സും അങ്ങനത്തെ ക്യാരക്ടേഴ്സായിരുന്നു. അല്ലാതെ ഒരു +2 പടമൊന്നും 19 വയസ്സിൽ ഒരു കോളേജ് പടമൊന്നും രാജുവേട്ടന് അധികം വന്നതായിട്ട് എൻ്റെ ഒരു ഓർമ്മയിലില്ല. അപ്പോൾ അവർ ഭയങ്കര ജെയിൻറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേരെ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇപ്പം നമ്മുടെ കഴിഞ്ഞിട്ടുള്ളൊരു തലമുറയെ നോക്കിയാൽ അറിയാം, അധികം എങ്ങനത്തെ ഫിസിക്കലി ഭയങ്കര വളർച്ചയൊന്നുമില്ലാത്ത, പക്ഷേ ഏജ് പെട്ടെന്നാവുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഇനി അടുത്ത തലമുറയാകുമ്പോൾ ഞാൻ കണ്ടേക്കുന്ന പിള്ളേരെ ഞാൻ ഞെട്ടിപ്പോവാറുണ്ട് അവരുടെ പ്രായം കേൾക്കുമ്പോൾ. അതായത് നമ്മൾ വലിയ പിള്ളേരാണെന്ന് വിചാരിക്കും, പ്രായം കുറവായിരിക്കും. അപ്പം ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ജെനറ്റിക്സ്. അപ്പോൾ ആ സമയത്ത് അവർക്ക് കിട്ടിയ പടങ്ങൾ വെച്ചിട്ട് ഇവരെ കമ്പയർ ചെയ്യുന്നത് മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരിപ്പോൾ ചെയ്യുന്ന പടങ്ങൾ, ഇവർക്ക് വരുന്ന പടങ്ങളും ഇവരുടെ ഇതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്നതായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പോലീസ് റോള് സംഗീതിനോ അങ്ങനത്തെ ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഫിസിക്കൊക്കെ വെച്ചിട്ടല്ലേ അവർക്കത് എത്രത്തോളം പുൾ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിസൺ നടത്തുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തലമുറകൾക്ക് മുന്നുള്ള ആൾക്കാരായിട്ട് ഇപ്പോഴത്തെ ആൾക്കാരെ കമ്പയർ ചെയ്യുന്നത് ശരിക്കും അതൊരു ഹെൽത്തി ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം ഇതും ഘടകങ്ങളാണ്. ഇപ്പോൾ വലിയൊരാളായിട്ട് ജെയിൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നസ്ലിനുണ്ടെങ്കിൽ ചിലപ്പോൾ ആ റോള് വന്നേ ചെയ്തേക്കാം, അന്നത്തെ സത്യത്തിലെ പൃഥ്വിരാജ് പോലെയുള്ള ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതും കൂടി നോക്കണം. ഓക്കെ, ഇവരവരുടെ പോലെയാണോ അല്ലെങ്കിൽ ഇവരവരുടെ പോലെ നോക്കണമെന്നാണ് ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ചിലപ്പോൾ പ്രശ്നമായേക്കാം, പക്ഷെ ഞാനിങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്. നമ്മൾ ഒരുപാട് പേരുടെ അടുത്ത് സ്ക്രിപ്റ്റ് ആയിട്ട് ചെല്ലുന്നുണ്ടാവും, ഒരു ആക്ടിങ് താല്പര്യമായിട്ട് ചെല്ലുന്നുണ്ടാവും. ഒരുപാട് വർഷമായില്ലേ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. റിജക്ഷൻ എന്നുള്ളതിനെ എങ്ങനെയാണ് നേരിടുന്നത്? നമ്മുടെ ലൈഫിൻ്റെ പാർട്ടാണ് റിജക്ഷൻ. അപ്പോൾ അതിൻ്റെ ഒപ്പം ഗോ ത്രൂ ചെയ്യാന്നല്ലാതെ വേറെ നിവർത്തിയില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് റിജക്ഷൻ തണ്ണീർമത്തിന് മുമ്പ്, തണ്ണീർമത്തനാണുള്ള ഒരു സക്സസ് എന്ന് പറയുന്നത് എന്നെ അറിയുന്ന ആൾക്കാർ. അപ്പോൾ അതിന് മുമ്പ് റിജക്ഷൻസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
പക്ഷേ ഇപ്പുറത്തേക്ക് വരുമ്പോൾ റിജക്ഷൻ്റെ സ്വഭാവം മാറും. നമ്മൾക്ക് എത്രത്തോളം ഹേർട്ടാവുന്നു എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ റിജക്ഷന് ഓൾറെഡി നമ്മൾ അതിൻ്റെ ഒപ്പം ട്രാവൽ ചെയ്യുക. രണ്ടാമത് നമ്മൾ നമ്മുടെ കൂട്ടുകാർ അങ്ങനെയുള്ളവർ ഹെൽപ്പ് ചെയ്യാറുണ്ട് കൂടുതൽ. പിന്നെ എന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ റിജക്ഷൻ വരുമ്പോൾ ഉണ്ടാവും നമ്മുടെ ഡിപ്രസീവ് മൂഡൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് വേറെ ഇതിന് അങ്ങനെ ഒരു ഫോർമുല ഇല്ല. റിജക്ഷൻ വരുമ്പോൾ ഇത് ചെയ്താൽ നമ്മൾ സക്സസ് ആവും എന്നുള്ള ഒരു ഇതില്ല. അടുത്തൊരു സക്സസ് വന്ന വരെ ആ റിജക്ഷൻ്റെ പരിപാടികൾ ഉണ്ടാവും. അപ്പോൾ നമ്മളത് ഹാൻഡിൽ ചെയ്ത് പോവുക, നമ്മളുടെ ഡെയിലി റുട്ടീൻ കറക്റ്റ് ആക്കുക, നമ്മൾ കൂട്ടുകാരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുക, നമുക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുക, സെയിം ടൈമിൽ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്തിരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഡീപ്ലി തകർന്നു പോയിട്ടുണ്ട് റിജക്ഷൻ കിട്ടുമ്പോൾ. പക്ഷെ നമുക്കറിയാം അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ നമുക്ക് വേറെ വഴിയില്ല. അതാണ് റിജക്ഷന് അങ്ങനെ നേരിടാനേ പറ്റുള്ളൂ ഈ ലോകത്ത് എന്നുള്ളൊരു ബേസിക് ഫോർമുല ഞാൻ കണ്ടുപിടിച്ചേക്കണത്. ഇനി വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തന്നു പോരായിരുന്നു. പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ റിജക്ഷനോ? പേഴ്സണൽ ലൈഫിൽ ഇഷ്ടം പോലെ റിജക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളത് സിനിമയിലൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. അത് ഒരു ടൂളായിട്ട് നമുക്ക് സിനിമയിൽ ഉപയോഗിക്കാമല്ല. പ്രണയത്തിലെ റിജക്ഷൻ? പ്രണയത്തിലൊക്കെ കിട്ടിയിട്ട് പ്രണയത്തിലൊക്കെ സ്ഥിരം കിട്ടുമായിരുന്നു. ആക്ച്വലി ഒന്ന് ആ സമയത്ത് പ്രണയമൊക്കെ ഒരു ഇൻഫാക്ച്വേഷൻ്റെ പുറത്താണല്ലോ. ആൾക്കാർ അറിഞ്ഞിട്ടൊന്നുമല്ല പ്രണയിക്കുക. അപ്പോൾ എന്നെയൊക്കെ കാണാൻ ഇപ്പോഴും ഭംഗിയില്ല, അന്നും കാണാൻ വലിയ അത് ആൾക്കാർ പറയുന്ന ടിപ്പിക്കൽ ഭംഗി എനിക്കില്ല ആ സമയത്ത്. ഞാൻ തന്നെ അങ്ങനെ ഒരു കോംപ്ലക്സ് ഉള്ള ഒരാളായിരുന്നു ആ സമയത്ത്. അപ്പോൾ അന്ന് എൻ്റെ ഒരു +2 പഠിക്കുമ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്നു ക്ലാസ്സിൽ. അവൾ ഭയങ്കര ഭംഗിയായിരുന്നാണ്. ഈ പറയുന്ന ടിപ്പിക്കൽ ഭംഗിയുണ്ട്. എല്ലാവരും അപ്പം എന്താ പറയുക, ഒരു 15 പേര് ക്ലാസ്സിലെ എല്ലാവരും അപ്പം എന്താ പറയുക, എനിക്കും ഇഷ്ടം. അപ്പോൾ അവരുടെ ക്യൂ കഴിഞ്ഞിട്ട് വേണം ഞാൻ ചെല്ലണമെങ്കിൽ. അതിൽ തന്നെ സ്പോർട്സ്, പാട്ട്, എല്ലാ കഴിവുകളും എന്ന് പറഞ്ഞ മാനദണ്ഡങ്ങളുള്ള ആൾക്കാർ നിൽക്കുന്നത്. ഒരു കഴിവില്ലാത്ത ഞാൻ ബാക്കിലിരിക്കുന്നത് അങ്ങനെയായിരുന്നു. അപ്പോൾ ഇവൾക്ക് എങ്ങനെയോ മനസ്സിലായി, നമ്മളുടെ ഫേസും നമ്മളുടെ പ്രകടനങ്ങളും ചേഷ്ടകളും കണ്ട് ഇവർക്ക് മനസ്സിലായി, ഇവനും എൻ്റെ അടുത്ത് ഇഷ്ടം. ഇവളെ ആരാധിക്കാൻ കുറേ ആൾക്കാരും. എല്ലാം കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് ഇട്ടുമ്പോൾ ഞാൻ പോയിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. പുള്ളിക്കാരത്തി നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിച്ചു എന്നെ ഇഷ്ടമുള്ളത്. അപ്പോൾ തന്നെ അപ്പോൾ ഒരു കോൺഫിഡൻസും ഇല്ല നമുക്ക്. അപ്പോൾ ഞാനപ്പോൾ അവിടെ നിന്ന് ഉരുകി ചാവാറായി. അപ്പം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ട് എൻ്റെ നമ്പർ ഒപ്പിച്ച്. അന്ന് മറ്റേതാണ് കോയിൻ ഫോണൊക്കെ ഉള്ള സമയം. അപ്പം ഞാൻ വീട്ടിലേക്ക് വിളിച്ച് നമ്പർ ഒപ്പിച്ച്. അപ്പം എല്ലാവരും വിളിക്കുന്നുണ്ട്. അതിനിടയിൽ ഞാനും നമ്മളെന്തെങ്കിലും എഫേർട്ട് എടുക്കണല്ലോ നമുക്ക് വേണമെന്നുള്ളത്. അപ്പോൾ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം കുഴപ്പമില്ലാതെ സംസാരിച്ചു. അപ്പം എനിക്ക് ആക്രാന്തം പോയി. എന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും വിളിച്ച്. അപ്പോൾ ഇവൾക്ക് ശല്യമായി. ഇവള് ചോദിച്ചു എന്താ ഉദ്ദേശം എന്താണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം എന്നെ ഇഷ്ടമല്ലല്ലേ. അന്ന് അത്രയും ഇതുള്ളൂ നമുക്ക്. ഞാൻ ഭയങ്കര ഇൻഫീരിയർ ആയിരുന്നു. പിന്നെ എനിക്ക് എൻ്റേതായ പ്രശ്നങ്ങളുണ്ടായി. പിന്നെ എൻ്റെ കൂടെയുള്ള ആൾക്കാരും കുറച്ച് പ്രശ്നമായിരുന്നു എനിക്ക്. അപ്പോൾ എന്നെ നേരെ ചോദിക്കുന്നത് എന്നെ ഇഷ്ടമല്ല. അപ്പോൾ അവൾ പറഞ്ഞു അല്ല എനിക്ക് പ്രേമമൊന്നും ഞാൻ വല്ലപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചു. ആക്ച്വലി തണ്ണീർമത്തനിലുള്ള അതേ സീക്വൻസ് ലൈഫിൽ നടന്നിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 ജോയിൻ ചെയ്ത് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് സംഭവിക്കുന്നത്. ബാക്കി 2 കൊല്ലം ഞാൻ അവിടെ പോയി ഇരിക്കണം. പിറ്റേ ദിവസം ഞാൻ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ക്ലാസ്സിൽ മുഴുവൻ അറിഞ്ഞ്. എല്ലാവരും കൂടി എന്നെ കാണുമ്പോൾ നീ ആൾ കൊള്ളാനോ. ഞാൻ പിന്നെ അവിടെ ഇരുന്ന് അവസാനം കഷ്ടപ്പെട്ട് 2 കൊല്ലം കുറച്ച് കഴിയുമ്പോൾ തനിയെ അത് മാറുമല്ലോ, നമ്മുടെ മൈൻഡ് മാറുന്നത്. പക്ഷെ അത് കുറച്ച് ഹേർട്ടിങ് ആയിരുന്നു ആ സമയത്ത്. ചെറിയ പയ്യനാണല്ലോ. പക്ഷെ ഇപ്പം എനിക്ക് പിന്നെ നമ്മൾ സിനിമ എഴുതുമ്പോൾ ഇത് കൊള്ളാം, രസമായിരുന്നു, നല്ല പരിപാടിയും തോന്നും ആംഗിൾ മാറ്റി നോക്കുമ്പോൾ. അനുഭവങ്ങൾ ഉപയോഗിക്കാം. റിജക്ഷൻസ് അങ്ങനെ പേഴ്സണൽ ലൈഫിൽ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്, ഇപ്പോഴും ഉണ്ടാവാറുണ്ട്. എല്ലാം മാറിയും മറിഞ്ഞും ഇരിക്കും എന്നുള്ളതാണ്. സിനിമയിലേക്ക് എത്തുക എന്നുള്ളൊരു ജേണി ഉണ്ടല്ലോ. ഇപ്പോൾ കോളേജൊക്കെ കഴിഞ്ഞ് സിനിമയിലേക്ക് എത്തുക എന്നുള്ളതും സിനിമയിൽ സർവൈവ് ചെയ്യുക എന്നുള്ളതും ബുദ്ധിമുട്ടാണ്. ചിലർ പറയും സർവൈവലാണ്, ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ എത്തിപ്പെടും. പക്ഷേ രണ്ടാമത്തെ സിനിമ തൊട്ട് സംഭവിക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട് എന്ന് പറയാറുണ്ട്. ആക്ച്വലി എങ്ങനെയാണ്? എല്ലാം പാട് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിനിമയിൽ വരുന്നതും സിനിമയിൽ നിൽക്കുന്നതും അടുത്ത സിനിമ ചെയ്യുന്നതും പാടാണ്. പക്ഷേ ഇതിനകത്ത് ഓരോ ഘട്ടത്തിലും കുറച്ചും കൂടി ഈസി ആവുകയും പക്ഷേ വേറെ പ്രശ്നങ്ങളിലേക്ക് തിരിയുകയും ചെയ്യുന്നതാണ് സിനിമ എന്ന് പറഞ്ഞ കരിയർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉദാഹരണത്തിന്
ഇപ്പം ഞാൻ വന്നതിന് മുമ്പ് വരെ നമുക്കൊരു ഐഡൻറ്റിറ്റി ഇല്ല എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രശ്നം. നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആൾക്കാർ ഒരു സ്പേസ് തരികയോ നമ്മുടെ കഥ കേൾക്കുകയോ ചെയ്യില്ലായിരുന്നു. ഇത് ഏതൊരുത്തം വന്ന് പോകും അങ്ങനെയായിരുന്നു ഇരുന്നിരുന്നത്. പിന്നീട് ഇപ്പം എൻ്റെ രാജുവേട്ടന്റെ സെറ്റുകളിൽ രാജുവേട്ടൻ്റെ സെറ്റിൽ എല്ലാ സെറ്റിലും പോയിരുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു പേരുണ്ടായിരുന്നു. കാരണം ഞാൻ പോണ പടമൊക്കെ പുള്ളിയുടെ ആ സമയത്ത് ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പം ഞാൻ ചെല്ലണ സെറ്റിൽ ഇത് വിജയിക്കും അങ്ങനെ ഒരു വേണ്ട. പിന്നെ അപ്പോഴേക്കും തണ്ണീർമത്തം നടന്ന് അങ്ങനെ പോകുന്നതാണ്. പിന്നെ നമ്മുടെ പേരിൽ നമുക്ക് ചെല്ലുമ്പോൾ ഒരു സ്പേസ് കിട്ടും. നമ്മൾ ഡിനോയ് പൗലോസ് വരുന്നുണ്ട്, കഥ കേൾക്കാം എന്നുള്ള രീതി കിട്ടുമായിരുന്നു. അതെ അതെ, അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തണ്ണീർമത്തം ചെയ്തുകൊണ്ടാണ് എനിക്ക് മറ്റേ പടങ്ങൾ ചെയ്യാൻ പറ്റുന്നത് തന്നെ. അല്ലെങ്കിൽ ആ പടങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. മെജോ ആയാലും പത്രോസ് ആയാലും എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അതിനകത്തുള്ള ഡിഫിക്കൽട്ടീസ് വേറെ ഉണ്ട്. നമ്മളൊരു ഒരു ഹീറോ ആയിട്ടുള്ള പരിപാടി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ട്. പിന്നെ ഈ ജോബ് ചെയ്യാനും പാട് തന്നെയാണ്. എളുപ്പമൊന്നുമല്ല ഇത് ചെയ്യാനായിട്ട്. കാരണം ഇതിനൊരു പ്രോപ്പർ ഫോർമുല ഇല്ല. ആ ഫോർമുല ഇല്ലാത്തൊരു സാധനം നമ്മൾ പുതുമയിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാടാണ്. പിന്നെ ഒരു കളക്റ്റീവ് മീഡിയ ആയതുകൊണ്ട് പലരുടെയും അഭിപ്രായങ്ങളും ഒപ്പീനിയൻസും എടുക്കുകയും നല്ല ആൾക്കാരുടെ ഒപ്പീനിയൻസ് വരുമ്പോൾ നമുക്ക് ഇതൊരു ഞാൻ ഒരു സ്ക്രിപ്റ്റിന് അല്ലെങ്കിൽ ഒരു സിനിമേനെ കാണുന്നത് ഒരു ബ്രിഡ്ജസിൻ്റെ ഒരു കോർഡിനേഷനായിട്ടാണ്. ഇങ്ങനെ പാലങ്ങൾ വെച്ച് പോവുക എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ലൈക്ക് റൂൾസ് അല്ലാതെ. ഇതിനകത്ത് ഒരു പാലം നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ പാലത്തുമേ നമ്മൾ പണിയേണ്ടി വരും. അതനുസരിച്ച് എഫക്റ്റീവായിട്ട് ചെയ്യേണ്ടി വരും. വരക്കണയൊക്കെ പോലെ തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വലിയൊരാളുടെ അടുത്ത് പോയിട്ട് ഇത് സംസാരിക്കുമ്പോൾ അവരൊരു എന്തെങ്കിലും പറയുമ്പോഴേക്കും നമുക്ക് അവിടെ കത്തണത്. അപ്പോൾ നമ്മളിവിടെ ശരിയാക്കുമ്പോൾ അവിടെ ദേ റൂക്ക് അങ്ങനെ ഇരിക്കും. അപ്പോൾ അത് എളുപ്പമുള്ള പരിപാടിയല്ല. ആക്ടിങ് ആയാലും എളുപ്പമല്ല. നമ്മൾ സീൻ ടു സീൻ ചെയ്യലും അപ്പുറത്തും നോക്കലൊക്കെ. അപ്പോൾ ഈ ജോബ് ഇതിനകത്ത് ഈ സിനിമയിലെ എല്ലാ ജോബും അത്ര എളുപ്പമുള്ള പരിപാടിയല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ സെയിം ടൈമിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയും നമ്മളിത് മനസ്സിലാക്കുകയും നമ്മൾ കണ്ണും കാതും തുറന്നിരുന്നിട്ട് ഇതിനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ കിട്ടും. എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർ പറഞ്ഞു തരും, ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു തരും. നമ്മൾ ചോദിച്ചാൽ മതി വായോർന്ന്, ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, എന്ത് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അങ്ങനൊരു ഇതുണ്ട്. പിന്നെ സർവൈവൽ എന്ന് പറയുന്നത് നമ്മളുടെ ബുദ്ധി. നമ്മളിതൊക്കെ ഇത് പഠിക്കുന്നത് നമ്മൾ ഇതിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളിത് പഠിക്കുള്ളൂ. ഒറ്റയടിക്ക് നമുക്ക് എല്ലാം ചെയ്യാമെന്ന് വെച്ചിട്ട് നമുക്ക് ഒരു മീഡിയത്തിലേക്ക് എടുത്ത് ചാടാൻ പറ്റില്ല. ഞാൻ തന്നെ ഈ പടം ഇപ്പം ചെയ്യാൻ പോകുന്ന പടം അത് ഓൺ പ്രൊജക്റ്റ് ആവുന്നത് എൻ്റെ 2 പടങ്ങൾ ഇതിന് മുമ്പുണ്ടായ 2 പടങ്ങൾ ഞാൻ നടക്കാതിരുന്നത് കൊണ്ടാണ് ഈ പടം ഓണാവുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ പടം ആലോചിക്കുകയും നടത്തുകയും ചെയ്യില്ല. ശരിക്കും നമുക്ക് അതും ആവശ്യമാണ്. നമുക്കത് ചെയ്യാതെ ഇതിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ സർവൈവലായാലും നമ്മൾ കഷ്ടപ്പെടുക, നമ്മളതിൻ്റെ ഇത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇതിൻ്റെ ഈ മേഖല നമ്മൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരിക്കലും ഭയങ്കര എളുപ്പമായിട്ട് ഇത് ചെയ്യാമെന്ന് വിചാരിക്കുന്നതാണ് മണ്ടത്തരമായിട്ട് ഞാൻ വിചാരിക്കുന്നത്. ഒരിക്കലും അല്ല. അത് ആർക്കും അല്ല. ഈവൻ ഭയങ്കരമായിട്ട് ഇപ്പം നമ്മൾ ഏറ്റവും മുകളിൽ വെക്കുന്നത് സ്റ്റാർസാണ്. അവരുടെ എളുപ്പമുള്ള ജീവിതമൊന്നുമല്ല അവർ ജീവിക്കുന്നത്, ഞാൻ കണ്ടേക്കണ വെച്ചിട്ട്. ആൾക്കാർ നോക്കുമ്പോൾ കുറേ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഭയങ്കര ഈസി ജോബല്ലേന്ന്. പക്ഷേ ഈസി ജോബല്ല, ഒട്ടും ഈസി ജോബല്ല. കാരണം അതിൻ്റെതായ കാര്യങ്ങളുണ്ട് ബാക്കിൽ. അത് ചെയ്യാതെ അവിടെ നിൽക്കാൻ പറ്റില്ല അവർക്ക്. സർവൈവല് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നിൽക്കാൻ പറ്റും. ഈ കഥാപാത്രങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചുള്ള, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ജെയ്സൺ തൊട്ട് ഇൻട്രോവേർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉള്ളവരായിരിക്കും. അപ്പോൾ പിന്നെ മെജോയിലേക്ക് വരുമ്പോൾ അത് കൂടുതലായിട്ട് വരുന്നുണ്ട്. പിന്നെ ടോക്സിക് ട്രേറ്റ് ഉള്ളവർ വരുന്നുണ്ട്, പ്രണയത്തിൽ അവർ ഫെയിലാണ്. ഇപ്പം റീസെൻ്റ്ലി ഗിരീഷേട്ടൻ്റെ പടങ്ങളും നിങ്ങൾ അവിടെ നിന്ന് തൊട്ട് തുടങ്ങി നിങ്ങൾ 2 ട്രാക്കുകൾ നോക്കിക്കഴിഞ്ഞാലും ഈ പരാജയപ്പെട്ട നായകന്മാരുണ്ട്, അല്ലെങ്കിൽ നായികയ്ക്കൊപ്പം എത്താത്ത ഇമോഷണലി അത്രയും സ്റ്റേബിൾ അല്ലാത്ത മനുഷ്യരെ നിങ്ങളൊക്കെയാണ് കൂടുതൽ കാണിച്ചത്. പണ്ടൊന്നും നമ്മൾ അത്ര അധികം കണ്ടിട്ടില്ല. എല്ലാം തികഞ്ഞ നായകന്മാരിൽ നിന്ന് മാറിയ നായകന്മാരെ കഴിഞ്ഞ കുറേ കണ്ട്. ഇത് എഴുതുമ്പോൾ നമ്മുടെയൊക്കെ ഓർമ്മകൾ, നമ്മളുടെ ചുറ്റുമുള്ള മനുഷ്യർ അവരൊക്കെ എടുക്കുന്നുണ്ടോ ഇവരുടെ ഈ ഒരു ഇമോഷണൽ അവസ്ഥയൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്? ഞാൻ ഇത്തരം പേഴ്സണലി ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ബേസിക്കലി ഈ പറയുന്ന ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള എൻ്റെ ഫാമിലിയൊക്കെ കുറച്ച് ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. അപ്പോൾ പിന്നെ ഞാൻ കാണുന്ന ആൾക്കാരും ഭയങ്കര നോർമലായിട്ടുള്ള ഒരു സിനിമാറ്റിക് ലൈഫ് ജീവിക്കാത്ത, സിനിമയിൽ കാണുന്ന ഒരു ഹീറോ ഇമേജ് ഇല്ലാത്ത ആൾക്കാരാണ് ഞാൻ കണ്ടേക്കുന്നത്. അതൊക്കെയാണ് എന്നെ ഗിരീഷിനെ സിങ്കാക്കുന്ന ഘടകം. അതായിരുന്നു അവിടെ വെച്ചിട്ട്. സാധാരണ ആൾക്കാരുടെ പടമൊന്നും അന്ന് വന്നിരുന്നില്ല ആ സമയത്ത്, ഞങ്ങൾ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്ന സമയത്ത്. അതായത് ചുമ്മാ പ്രേമിച്ചിട്ട് റിജക്ഷൻ കിട്ടുന്നൊന്നും അധികം ഞങ്ങൾ കണ്ടിട്ടില്ല. ഇംഗ്ലീഷ് പടങ്ങളിലൊക്കെ ഉണ്ട്, മലയാളത്തിലോ അങ്ങനത്തെ ഒരു ഇതിലൊന്നും കണ്ടിട്ടില്ല. പിന്നെ തമിഴ് പടങ്ങളിലുണ്ടായിരുന്നു, ഈ നമ്മുടെ ധനുഷിൻ്റെ പടങ്ങളും. അങ്ങനെ 7Gയിലൊക്കെ
ഞങ്ങൾ ആയിരിക്കും ഇതാണല്ലോ ശരിക്കും ലൈഫ്, ഇതൊന്നും കാണാത്ത എന്താണെന്ന് ആലോചിക്കുമായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഇത്തരം ആൾക്കാർ എൻ്റെ ചുറ്റും ഉണ്ടായിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ഞാൻ കുറച്ചും കൂടി അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ നമ്മുടെ സോഷ്യൽ സർക്കംസ്റ്റാൻസസ് കുറച്ച് പ്രശ്നമായിരിക്കും ഇവരുടെ. അതായത് ഇവർക്കൊരു കോൺഫിഡൻസ് കിട്ടുന്ന രീതിയിലായിരിക്കില്ല ഇവരുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളും ആളുകളും ഒക്കെ നിലകൊള്ളുന്നത്. അല്ലെങ്കിൽ ഇവർക്കൊരു ഡൗട്ട് വന്നാൽ ഇപ്പോൾ അവർ ചോദിക്കുന്നത്, എടാ ഇത് ഞാൻ ചെയ്താൽ ശരിയാവുമെന്ന് വെച്ചാൽ ഇല്ല നീ ചെയ്താൽ ശരിയാവില്ലെന്ന് പറയുന്ന ആൾക്കാരായിരുന്നു അന്നത്തെ സമയത്ത്. ഇവൻ എൻ്റെ അടുത്ത് പോലും ഉണ്ടായിരുന്നു. ഞാൻ കളിക്കാനൊക്കെ പോകുമ്പോൾ പോലും, ഞാൻ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരാൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല ഒരു കാര്യത്തിലും ആ സമയത്ത്. ഒരു സ്പോർട്ടിലോ ഒരു ഇതിനകത്ത് ഒരു ആവറേജ് ആൾക്കാർക്ക് ജീവിക്കാൻ അർഹതയില്ലാത്ത രീതിയിലാണ് അന്ന് എൻ്റെ ചുറ്റുണ്ടായ സമൂഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, അപ്പോൾ അങ്ങനത്തെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും? എല്ലാവരും ഭയങ്കര ഹൈലി പൊട്ടൻഷ്യൽ ആയിരിക്കണോ അങ്ങനത്തെ ഉള്ള ആൾക്കാർ? അല്ലെങ്കിൽ ഒരു കഴിവില്ലാത്ത ആൾക്കാർക്കും ജീവിക്കണോ എന്നുള്ളതാണല്ലോ ഈ ഭൂമിയിൽ നിന്ന് ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കതാരും പറഞ്ഞു തരാനോ അതിനുള്ള ചുറ്റുപാടുള്ള ആൾക്കാരോ ഒന്നും എൻ്റെ സൈഡിലുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ ഈ അടുത്തായപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണത്, അങ്ങനത്തെ ആൾക്കാരെ കാണുന്നത്. എനിക്കിപ്പോൾ ഒരു ടിപ്പിക്കലി ഒരാളെ ചൂസ് ചെയ്യണേലും നല്ലത് എനിക്ക് എന്തെങ്കിലും ഒരു പെക്യുലിയർ, പക്ഷേ ഈ പറയുന്ന നോർമൽ ടിപ്പിക്കൽ ലുക്കില്ലാത്ത ഒരാളെ ചൂസ് ചെയ്യാനാണ് എനിക്കിഷ്ടം. പടങ്ങളിൽ വരുമ്പോൾ അഭിനയിക്കുമ്പോഴേക്കും അത് തന്നെയാണ് നിങ്ങൾ കാണുന്ന ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ, സിനിമയിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ മുമ്പ് കണ്ടിരുന്ന മല്ലു ഫേസിൽ നിന്നും മാറി നിൽക്കുന്നത്. അപ്പോൾ അത് വർക്കാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഇത്തരം കഥകൾ എഴുതുമ്പോഴേ നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റവർക്ക് എനിക്കൊരു എക്സൈറ്റിംഗ് അല്ല എഴുത്തിൽ. ഒരാൾ വരുന്നു, ഇടിക്കുന്നു, പ്രണയിക്കുന്നു, പിന്നെ വീട്ടൊക്കെ അടിപൊളി, എല്ലാം അടിപൊളി, ഇടിക്കാനും അടിപൊളി, അവസാനം എല്ലാം നേടുന്നതിൽ അടിപൊളി എന്ന് പറയുമ്പോൾ നമുക്കൊരു അത് എഴുതാൻ പാട് തന്നെയാണ് കേട്ടോ. അത് എളുപ്പമല്ല പറയണത്. പക്ഷെ അത് കണ്ട് മടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരാൾ, അയാൾ തോൽവി, പക്ഷെ അയാളൊരു ഹീറോ ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്ത അയാൾ ഹീറോ തന്നെയാണ്. ഒരു തോൽവിയായിട്ടുള്ള ഒരാളാണെങ്കിൽ ഹീറോ ആണ്. അയാളുടെ ട്രാവൽ ഉണ്ടാവും, അയാൾക്ക് വിജയങ്ങളില്ലെങ്കിൽ പോലും അയാൾ ഹീറോ ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളത് എൻ്റെ ഒരു ഫോർമുല എനിക്ക് ഭയങ്കര വർക്കബിൾ ഫോർമുലയാണ്. പിന്നെ ഞാനത് ഇപ്പം എൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫാമിലി ഇപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ പത്രോസിലെ ഫാമിലി ആയിട്ടൊക്കെ കുറച്ചടുത്ത്, എന്ന് വെച്ചാൽ അത്ര എക്സെൻട്രിക് അല്ല, കുറച്ചടുത്ത് നിൽക്കുന്ന ഫാമിലിയാണ് എൻ്റെ ഫാമിലിയൊക്കെ. എൻ്റെ അപ്പച്ചൻ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരിച്ചായിരുന്നു. അവിടെ തൊട്ട് ഞങ്ങളുടെ ഫാമിലി കുറച്ച് ഭയങ്കര ഒരു ട്രാജിക് അവസ്ഥയിലാണ് ഞങ്ങൾ സർവൈവ് ചെയ്തത്. എനിക്ക് 2 ചേച്ചിമാരുണ്ട്, ഒരു ചേട്ടനുണ്ട്, ഞാനുണ്ട്, അമ്മച്ചിയുണ്ട്. അപ്പം അമ്മച്ചിക്ക് ഇവർ 4 പേരെയും ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാണ്. ആകെ ഇത്തിരി ലൈഫുള്ളൂ, ഇത്രയും സമയം കൊണ്ട് ഇവരെ വളർത്തിയെടുക്കാൻ വേണം. അപ്പം അമ്മച്ചി കുറേ ജോലികൾ ചെയ്ത് സർവൈവ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു തറവാടായിരുന്നു. അപ്പോൾ ഈ തറവാട് ഡാമേജായി. അപ്പോൾ ശരിയാക്കാനുള്ള മണി നമ്മളുടെ അടുത്തില്ല ആ സമയത്ത്. അപ്പോൾ അത് ഗ്രാജുവലി അത് ഇടിഞ്ഞൊളിഞ്ഞു വീണു, നമുക്ക് ശരിയാക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെല്ലാവരും അങ്ങോട്ടും കെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാനസിക വളർച്ചയോ അങ്ങോട്ടൊന്നും അറിയില്ല. ഇപ്പോൾ ചേച്ചിക്ക് എന്നെ നോക്കാൻ പറ്റില്ല, ചേച്ചിക്ക് ചേച്ചിയുടെ കാര്യം നോക്കണം, ചേച്ചി പഠിക്കണം, ചേട്ടന് ചേച്ചിമാരെ നോക്കണം, എന്നെ നോക്കാൻ അമ്മച്ചിക്ക് പറ്റില്ല, അമ്മച്ചിക്ക് ജോലിക്ക് പോകണം. അങ്ങനെ ഞങ്ങൾക്കൊരു പേഴ്സണലി നമ്മൾ അങ്ങോട്ടും കൊടുക്കേണ്ട ഒരു കെയർ ഉണ്ടല്ലോ. ഒരു സമൂഹം വളർന്നു വരുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് അങ്ങനെയാണല്ലോ സർവൈവ് ചെയ്യുന്നത് മനുഷ്യന്മാർ. അത് ഞങ്ങൾ കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് കുറേ നാളായിട്ട് ഞങ്ങൾ ആ വീടിന് ശേഷം ഞങ്ങൾ വേറൊരു വീട്ടിൽ താമസിച്ചു. അതിനുശേഷം കുറേ നാളായിട്ട് ആണ് ഒരു ഇളയ ചേച്ചി പുറത്ത് പോയി, ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് പുറത്ത് പോയി കല്യാണം കഴിച്ച് അത് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് പൈസ അയച്ചിട്ടാണ് ഞങ്ങൾക്കൊരു വീട് വരുന്നത് നോർമലി. അതുവരെ ഞങ്ങൾ ഈ പറയുന്ന ഇപ്പം ദാരിദ്ര്യം പറയണമെന്ന് വിചാരിക്കും, എന്നാലും ഞാനതിനെ നോക്കി കാണുന്ന ആംഗിൾ ഇതാ. ലൈക്ക് ഇപ്പോൾ ഒരു നോർമൽ കിഡായിട്ടാണ് ഞാൻ വന്നതെന്നുണ്ടെങ്കിൽ എനിക്കിതൊന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ ഉള്ള സിനിമയുടെ പോലത്തെയും ഞാൻ എഴുതുന്ന പോലത്തെയും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷേ ഇവർ ഈ ഡിറ്റാച്ചഡ് ആകുമ്പോൾ ഇപ്പം ഞങ്ങളധികം സംസാരിക്കാറൊന്നുമില്ല വീട്ടിൽ. ഞാനും ചേട്ടനും അമ്മച്ചിയും മാത്രമേ ഉള്ളൂ. ചേട്ടൻ വരാറില്ല, ഞാനും അമ്മച്ചിയും മാത്രമേ ഉള്ളൂ. ഞാനും അമ്മച്ചിയും സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ സംസാരിക്കില്ല. കാരണം ഞാൻ രാവിലെ തൊട്ട് ഫുഡ് കഴിച്ചിട്ട് റൂമിൽ പോയിരിക്കും. അങ്ങനെ ഒട്ടുമിക്കവരും അങ്ങനെയൊക്കെ തന്നെ. പക്ഷേ പിന്നെ ഞങ്ങൾ ഹഗ് ചെയ്യുകയോ അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ മെൻ്റലി ഒരു പ്രശ്നമുണ്ടെന്ന് പറയുകയോ ഒന്നും ചെയ്യില്ല. എൻ്റെ ഒരു പനിയൊക്കെ വന്നാൽ ആരും അറിയില്ല അവിടെ ഞങ്ങൾക്ക്. അങ്ങനെയാണ് ഞങ്ങൾ സർവൈവ് ചെയ്ത് പോകുന്നത്. അത് ഞങ്ങൾ വിചാരിക്കുന്നത് ഇതാണ് ലൈഫ് എന്നാണ് ഇവരെല്ലാവരും വിചാരിച്ചേക്കണം. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇത് മനസ്സിലാക്കി, ഇതല്ല ലൈഫ്, ഇങ്ങനെയല്ല നമ്മൾ ജീവിക്കേണ്ടിയിരുന്നതെന്ന്. പക്ഷെ ഇപ്പോൾ പോയിട്ട് ഞങ്ങൾക്ക് അത് തിരുത്താൻ പറ്റില്ല. അത് അവർക്ക് ഒരാൾ നമ്മൾ ഇതെന്താണ് ഇങ്ങനെ ഹഗ് ചെയ്യാൻ പറ്റുന്ന ഇത്ര നാളില്ലാത്ത അങ്ങനെ ഇവർ എടുക്കുള്ളൂ. അമ്മച്ചിക്കൊക്കെ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അമ്മച്ചിക്ക് ഇപ്പോൾ ഒരു നല്ലൊരു ഫുഡ് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അമ്മച്ചി പറയും,
ഇത് കൊള്ളില്ല എന്ന് പറയുള്ളൂ. അല്ലാതെ അവൻ എനിക്ക് കൊണ്ടുവന്ന് അങ്ങനെ നമ്മൾ കാണുന്ന പോലത്തെ ഒരു വർണ്ണ ശബളമായ ലൈഫ് അല്ല ഞങ്ങൾ ജീവിച്ചേക്കണം. അപ്പോൾ ഇതെനിക്ക് ഇപ്പോഴത്തെ ആംഗിൾ നോക്കുമ്പോൾ എനിക്കിത് പുറത്തുനിന്ന് നമ്മളിത് നോക്കി ഒരു കോമഡി ലെവലിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നാറുണ്ട്. പക്ഷെ അത് ജീവിക്കൽ കുറച്ച് പാട് തന്നെയാണ് ലൈഫ്. പുറത്തുനിന്ന് പക്ഷെ ഇങ്ങനത്തെ കഥകൾ വരുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടിരിക്കുകയും ഭയങ്കര രസമായിട്ട് തോന്നുകയും ചെയ്യാറുണ്ട് എനിക്ക്. അപ്പോൾ ആ ഒരു വ്യൂ പോയിൻ്റാണ് ഞാനാക്കിയേക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെയൊക്കെ തന്നെ. ഡാർക്ക് കോമഡി എന്നുള്ളതിനെ കുറച്ചുകൂടെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ ലൈഫ് പഠിപ്പിച്ചിട്ടുണ്ട്. അതെ അതെ അതെ. ഞാൻ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഡാർക്ക് കോമഡി എന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ. ആൾക്കാർക്ക് നേരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിനെ കോമഡിയാക്കി ചിത്രീകരിക്കുക എന്നുള്ളതാണല്ലോ. ഇപ്പോൾ ഒരു മരണ വീട്ടിൽ കിടക്കുന്നതിനെ കോമഡിയാക്കി കഴിഞ്ഞാൽ ഡാർക്ക് കോമഡി എന്ന് പറയും. അപ്പം ഞാനൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് സഫർ ചെയ്യുള്ളൂ. ഇപ്പം അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ലെവലിലേക്ക് പോയിട്ട് അതിന് കോമഡി ആക്കാൻ തുടങ്ങും ഇരുന്നിട്ട്. അങ്ങനെ പ്രശ്നമുണ്ട്. അതൊരു പ്രശ്നമാണത്. പക്ഷെ അത് എൻ്റെ ഒരു സർവൈവലും നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന പരിപാടിയാണത്. എഴുത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പും ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ലൈഫ് ജീവിച്ച് വന്നതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ എഴുതാൻ പറ്റുന്നുണ്ട്, കുറെ കാര്യങ്ങൾ പറയാൻ പറ്റുന്നുണ്ട്. കോളേജ് ലൈഫ് എങ്ങനെയായിരുന്നു? ഇപ്പൊ സ്കൂളും പറഞ്ഞു, ചൈൽഡ്ഹുഡും പറഞ്ഞു. കോളേജ് ശരിക്കും എങ്ങനെയാ? കോളേജ് കഥകൾ എഴുതി കണ്ടിട്ടില്ല അങ്ങനെ. ഇത് കഴിഞ്ഞിട്ടൊരു കോളേജ് പരിപാടി പ്ലാൻ ഉണ്ട്. അതിനകത്ത് എൻ്റെയൊക്കെ കോളേജ് ലൈഫ് തന്നെ ആയിരിക്കും. എങ്ങനെ ഒരു കോളേജ് ആയിരിക്കും? ഞാനൊരു ഇൻട്രസ്റ്റിംഗ് വ്യക്തിയൊന്നും അല്ലായിരുന്നു. പക്ഷെ ഇപ്പം നോക്കുമ്പോഴും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആംഗിളിൽ നോക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു. എന്നെയൊക്കെ കോളേജിൽ അങ്ങനെ ആൾക്കാർ അധികം അറിയൊന്നുമില്ലായിരുന്നു. കോളേജിൽ കോമഡികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ നോക്കുമ്പോൾ കുറച്ച് ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു കോളേജിൽ. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരുടെ ഷോ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഉദാഹരണത്തിന് ഇവർക്ക് മറ്റേ യമഹയുടെയൊക്കെ ഏറ്റവും പുതിയ ബൈക്കിനൊക്കെ ഇവർ വരുന്നത് ഇവരുടെ മൊത്തം ഷോ ആയിരുന്നു. നമ്മൾ ചെല്ലുന്നത് സ്പ്ലെൻഡറിനൊക്കെ, ഇതിൻ്റെ അടുത്തുണ്ട് സ്പ്ലെൻഡറൊക്കെ. അപ്പം തന്നെ അവന്മാർക്ക് ഇത് ഞങ്ങൾ തുണ്ട് വെച്ചല്ല, അങ്ങനത്തെ ഒരു ഇതൊക്കെ ആയിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ അപ്പോഴും ഞാൻ മറ്റേ ഗുഡ് ലുക്കിംഗ് ആണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പെൺപിള്ളേരൊക്കെ ഇഷ്ടമായിരുന്നു ഞങ്ങളുടെ കോളേജിൽ. അപ്പോൾ പക്ഷേ പേടിയും, പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ റിജക്ഷൻ ഉറപ്പ്. കിട്ടിയിട്ടുണ്ട് റിജക്ഷൻ തന്നെ. പിന്നെ കിട്ടിയിട്ടുണ്ട് കോളേജിൽ നിന്ന് റിജക്ഷൻ. പിന്നെ കോളേജിൽ എല്ലാവരും അറിഞ്ഞ്. അപ്പൊ പിന്നെ ആ പെണ്ണിനെ തന്നെ നോക്കാൻ പറ്റുള്ളൂ, വേറെ നോക്കാൻ. സെയിം കഥ പ്ലസ് ടുവിലെ സെയിം. അതെ അതെ, അത് കുറച്ച് വ്യത്യാസങ്ങളുള്ള സെയിം കഥ. പിന്നെ പഠിക്കുമായിരുന്നേ അത്യാവശ്യം. ഡിഗ്രിക്ക് 2 പേര് പാസ്സായുള്ളൂ. ആ, ഞാനും ഒരു പയ്യനും, പ്രതീക്ഷ തൊട്ടൊരു പയ്യനും മാത്രമേ പാസ്സായുള്ളൂ, ഫുൾ പാസ്. അങ്ങനെ. അപ്പോൾ വേറെ വഴിയില്ല, നമ്മൾ പഠിക്കാന്നുള്ളായിരുന്നു. പിന്നെ കോളേജ് കുറേ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുണ്ട്. ഞാൻ ഇതിൻ്റെയൊക്കെ ഞാൻ ബികോം കൊമേഴ്സ് ആയിരുന്നു. അപ്പോൾ കുറേ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുണ്ട്. അത് സിനിമ വരുമ്പോൾ എടുക്കാന്ന് വിചാരിച്ചു. അതിനകത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിരീഷ് ഏടി ഡിനോയ് പൗലോസ് കോംബോയില് പടം ഇപ്പോഴും ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കോംബോ ഇനിയും ഉണ്ടാവോ? എനിക്കറിയില്ലത്, അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ അങ്ങനത്തെ ഒരു കഥകൾ എൻ്റെ അടുത്ത് ഭയങ്കര കുറേ കഥകളൊന്നുമില്ല. ഞാൻ ഫോക്കസ് ചെയ്ത് വെച്ചേക്കണ ഒരു 3-4 കഥകൾ ഇനി അടുത്തതുള്ളൂ. ഗിരീഷിൻ്റെതായ കഥകളും പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. എനിക്കറിയില്ല സംഭവിക്കുമെന്നുള്ളത്. ഞങ്ങൾ കീപ്പ് ഇൻ ടച്ചിലാണ്. അങ്ങനെ ഒരു ഇതിലേക്ക് എത്രത്തോളം എത്തുമെന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചല്ല നിൽക്കുന്നത്. ഇപ്പം അവനിപ്പോൾ ഡയറക്ഷൻ സൈഡിലേക്കാണ്, ഞാൻ ഡയറക്ഷൻ സൈഡിലേക്കാണ്. സംഭവിച്ചേക്കാം, സംഭവിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. സംഭവിക്കട്ടെ. അതെ അതെ. ഇപ്പോൾ സംഗീതിൻ്റെ ഒരു ട്രേറ്റ്സ് എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാ കഥാപാത്രങ്ങൾക്കും ഡിഫറെൻ്റ് ആണെങ്കിൽ കൂടി സംഗീതിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കഥാപാത്രത്തിലേക്ക് വരുമ്പം സംഗീത് കൂടെ നടന്ന ആളല്ലേ ഇത്രയും വർഷമായിട്ട്. അപ്പോൾ സംഗീതിന് ഈ ക്യാരക്ടറിലേക്ക് എടുത്തതുണ്ടാവുമോ? സംഗീതിൻ്റെ ഉണ്ട്, എൻ്റെയും ട്രേറ്റ്സ് ഉണ്ടാവും. പക്ഷേ ഇൻട്രോവേർട്ട് അല്ല കേട്ടോ. ഇപ്പോൾ ബേസിക്കലി കുറച്ച് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ഹീറോ തന്നെയാണ്. അപ്പം സംഗീതിൻ്റെ കുറേ മാനറിസംസ് ഞാൻ കണ്ടേക്കുന്ന കുറേ നാൾ. നമ്മൾ പേഴ്സണലി നമ്മളിപ്പോൾ ഒരാളുടെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ, നമ്മൾ ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് ഒരു 5-6 വർഷം നമ്മുടെ കൂടെ ഉള്ള ഒരാളുടെ എല്ലാ ട്രേറ്റ്സും നമുക്കറിയാൻ പറ്റും. സിനിമയിൽ അതെല്ലാം കാണില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ ഗസ്റ്റേഴ്സൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയായിരിക്കും സംഗീതിൻ്റെ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒരു ആക്ടിങ് ആയിരിക്കും പടത്തിൽ നിന്ന് ഞാൻ വിചാരിക്കുന്നു. മമിതയുടെ അതെ, മമിത ഇതുവരെ ഞാൻ കണ്ടേക്കണ പടങ്ങളിൽ വെച്ചിട്ടുള്ളൊരു ക്യാരക്ടറല്ല എൻ്റെ പടത്തിൽ. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പരിപാടി ആയിരിക്കും. ഇത്രയൊക്കെ എനിക്ക് ഈ പടത്തിൽ പറയാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ പടത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഏകദേശം ഏത് സമയത്തേക്കാണ് പ്ലാൻ ചെയ്യുന്നത്? ഇങ്ങനെ ഈ കൊല്ലം അവസാനത്തേക്ക് ഷൂട്ട് തുടങ്ങുമായിരിക്കും.
അടുത്ത കൊല്ലം ആദ്യം തന്നെ ഇറങ്ങുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ പടത്തിൻ്റെ ടൈറ്റിൽ അനൗൺസ്മെൻറ്റിനും ഒക്കെ വെയിറ്റിംഗ് ആണ്. താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്. ഞങ്ങൾ ഒരു കിടലൻ പടത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ എല്ലാവരും പോയി കാണുക. അതെ, ഹരിത ആദ്യം കാണുക, അറിയിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും. നമ്മൾ അതിൻ്റെ മുന്നേ വീണ്ടും കണ്ടുമുട്ടും. ഇതെൻ്റെ ആദ്യത്തെ പോഡ്കാസ്റ്റാണ്. അപ്പോൾ ഹരിതയുടെ കൂടെ തന്നെ ആയതില്ലത്. ഓ, എനിക്കും ഞാൻ ഈ ഫീൽഡിൽ വരുന്നതിൻ്റെ ഒരുപാട് മുമ്പ് പരിചയമുള്ള ഒരാളാണ്. ഞാൻ ഈ ഇന്റർവ്യൂ ഒക്കെ തുടങ്ങുന്നതിൻ്റെ 2-3 വർഷം മുമ്പേ പരിചയപ്പെട്ട സെലിബ്രിറ്റിയാണ്. അപ്പോൾ അത് നിങ്ങൾ ആദ്യത്തെ പോഡ്കാസ്റ്റ് എനിക്ക് എടുക്കാൻ പറ്റിയൊരു സന്തോഷം. ഇനിയും വരാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ ആ പടത്തിന്റെ സമയത്ത് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സംഗീതനെയും അപ്പം കണ്ടുമുട്ടാന്ന് വിചാരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരെയും കൂടെ ഒന്നിച്ച് കിട്ടുമോ നോക്കട്ടെ. പഴയ കുറെ കഥകൾ കുത്തിപ്പൊക്കാനുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.